السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. تزود من التقوى فإنك لا تدري إذا جن ليل هل تعيش إلى الفجر. وكم من صحيح مات من غير علة وكم من عليل عاش حينا من الدهر. فكم من فتى أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. സ്നേഹധരണീയരായ ഈ മഹത്തായ വേദിയിലും മജ്ലിസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, ഈ പ്രോഗ്രാമിനെ അകലെ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, റഹ്മാനായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഇത്തരത്തിലൊരു അവസ്ഥയെ അനുകൂലമാക്കി റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ മഹത്തായ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള അവന്റെ ദീനിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ സദസ്സിനെ എന്തെല്ലാം മഹത്വങ്ങളാണോ വൈജ്ഞാനിക സദസ്സുകൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതെല്ലാം നമ്മുടെ ഈ കൊച്ചു സദസ്സിലേക്ക് അള്ളാഹു വർഷിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന സദസ്സുകൾ ഇസ്തിഗ്ഫാറിന്റെ പാപമോചനങ്ങളുടെ സദസ്സുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വന്നുപോയ പാപക്കറകൾ, വിശാലമായി പാപങ്ങളെ പുറത്തു തരുന്ന ഗഫൂറായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് നമ്മെ എല്ലാം അവൻ ശുദ്ധീകരിക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ചതുപോലെ നാളെ പരലോകത്ത് അവന്റെ യഥാർത്ഥ അടിമകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള പരിശുദ്ധമായ ജന്നാത്തു നഈമിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പരലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന
ഏതാനും ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അടുത്ത മാസം ഫെബ്രുവരിയിൽ 10-11 തീയതികളിലായി മലപ്പുറത്ത് വെച്ച് നടത്തപ്പെടുന്ന കേരളത്തിലെ ആദർശ പ്രസ്ഥാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവഘടകമായ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടിയിലാണ് നമ്മളുള്ളത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഐതിഹാസികമായ മഹാസമ്മേളനത്തിലേക്ക് ഇനി ദൂരമായിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുവത്വത്തെ കുറിച്ചുകൊണ്ടുള്ള ആശങ്ക എവിടെയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മുടെ സമ്മേളന നഗരിയിലുണ്ട്. ആരെങ്കിലും ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ അത് പൂർത്തീകരിച്ചു കൊണ്ടായിരിക്കണം തിരിഞ്ഞു പോകേണ്ടത് എന്ന് വിനയത്തോടു കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടിവർഗങ്ങളിൽ ശ്രദ്ധേയരായ ജന്തുവർഗമാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. മനുഷ്യരായ നമുക്ക് അല്ലാഹു മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് അവർക്കൊന്നും നൽകാത്ത ഒരു മഹാ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതാണ് അല്ലാഹു നമുക്ക് നൽകിയ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. എന്തിനാണ് അല്ലാഹു വിശേഷ ബുദ്ധി മനുഷ്യരായ നമുക്ക് നൽകിയത്? വിശേഷ ബുദ്ധി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള, ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാനുള്ള, സത്യവും അസത്യവും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയാണ് വിശേഷ ബുദ്ധി. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും താൻ ആരാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. പുനർജന്മത്തിലൂടെ മുജ്ജന്മ പാപമോ സുഹൃതമോ അനുഭവിക്കാനുള്ളതെന്നും വിശ്വാസം കൊണ്ട് ജന്മപാപം കഴുകിക്കളയുവാനുള്ള അവസരമാണ് എന്നും പരമാവധി ആസ്വദിക്കാനുള്ളതാണ് മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതമെന്നുമൊക്കെ ജീവിതത്തെ നിർവചിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധേയമായ മനുഷ്യ മനസ്സാഗ്രഹിക്കുന്ന ഒരു മഹാലക്ഷ്യത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ ക്ഷണിക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായി നിയോഗിച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചക കണ്ണിയുടെ അവസാനത്തെ പ്രവാചകനാണ് നമ്മളൊക്കെ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ പ്രവാചകനിലൂടെ മതം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ആരാണോ അവരുടെ വിശ്വാസ രംഗങ്ങളിലും ആചാര രംഗങ്ങളിലും അവരിടപെടുന്ന എല്ലാ രംഗങ്ങളിലും ആ മഹാമനീഷികയെ ഫോളോ ചെയ്യുന്നത്, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അചിന്തനീയമായ അനുഗ്രഹങ്ങളാണ്. ആ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വചനമാണ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ ആദ്യമായി ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു വിശ്വാസിയോട് ഓതാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫിലെ അതിന്റെ 107, 108 വചനങ്ങൾ. ആ ആയത്ത് ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന അധികം ആളുകൾക്കും ഹിഫ്ളായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ
തീർച്ചയായും അടിയുറച്ച വിശ്വാസിയാവുകയും ആ വിശ്വാസത്തിന്റെ മുകളിൽ കർമ്മങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്തവർ ആരാണോ അവർക്ക് മുറിഞ്ഞു പോകാത്ത നിഅമത്തുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട് എന്നാണ്. ആ അനുഗ്രഹത്തിൽ അവർ ഒന്നോ രണ്ടോ ദിവസമോ വർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാലയളവിൽ മാത്രമോ അല്ല, ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ, അവർ അതിൽ ശാശ്വതവാസികളാണ്, അവർ അതിൽ നിത്യവാസികളാണ്. ആ സ്വർഗത്തിലെ അനുഭൂതികളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരിക്കലും അവർ വിട്ടകന്നു പോകാൻ ആഗ്രഹിക്കുകയില്ല എന്നും ആ സ്വർഗത്തെ സൃഷ്ടിച്ച റബ്ബ് പറയുകയാണ്. അള്ളാഹു നമ്മയെല്ലാം സ്വർഗത്തിന്റെ ആ മഹാ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. തന്റെ വിശ്വാസത്തിലൂടെ, സൽക്കർമ്മത്തിലൂടെ ഒരു ഉന്നതനായ മനുഷ്യനായി, ഒരു നല്ല പേഴ്സണാലിറ്റിയായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും വഴികളും അള്ളാഹു മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതേ മനുഷ്യന് വേണമെങ്കിൽ വിശ്വാസത്തെ വിമലീകരിക്കാതെ, അവന്റെ ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളെ വിമലീകരിക്കാതെ ഏറ്റവും നികൃഷ്ടനായി വേണമെങ്കിലും അവന് ജീവിക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവന് ജീവിക്കുവാനുള്ള ജീവിത പദ്ധതികളും സിലബസുകളും ചൂണ്ടുപലകകളും കാണിച്ചു കൊടുത്തിട്ട് അതനുസരിക്കാതെ ജീവിച്ചുകൊണ്ടാണ് റഹ്മാനായ റബ്ബിനെ നാളെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഹിഫ്ളാക്കിയ ഒരു സൂറത്തല്ലേ സൂറത്തു തീൻ. ആ സൂറത്തു തീൻ എന്ന് പറയുന്ന അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, വിശിഷ്യ അതിന്റെ 4-5 വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന 2 ആയത്തുകൾ എന്താണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല രൂപഘടനയോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ സംസാരിക്കുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപഘടനയോടെയാണ്, ഏറ്റവും നല്ല ശരീരപ്രകൃതിയോടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു പറയാൻ നമ്മൾ അനുഭവിക്കുന്നവരല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 5-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എന്താ? ثم رددناه أسفل سافلين ثم رددناه أسفل سافلين, പിന്നീട് നാം അവനെ അധമന്മാരിൽ അധമനാക്കി തീർക്കുകയും ചെയ്തു എന്ന് അല്ലാഹു പറയുകയാണ്. ഈ ആയത്തിന്റെ ചുരുക്കം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുന്നിൽ 2 വഴികൾ, ആശയാദർശങ്ങൾ കാണിച്ചു കൊടുത്തു എന്നാണ്. ഏത് വേണമെന്ന് സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഇറാദത്തിനെ, ആ ഒരു വല്ലാത്ത ഒരു സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനെ അല്ലാഹു അവന്റെ ജീവിതത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയാണ് ഒരു ചോദ്യം കടന്നു വരുന്നത്. എന്തിനാണ് ജീവിതം, എന്തിനാണ് മരണമെന്ന് ചോദിക്കുമ്പോൾ ഒരു 1.5 വരിയിൽ വിശുദ്ധ ഖുർആൻ അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق الموت والحياة, ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? വലിയ വീടുകൾ പണിയാനാണോ? തന്റെ ബോഡിയെ ബിൽഡപ്പ് ചെയ്തെടുക്കാനാണോ? ലോകത്ത് അറിയപ്പെട്ട ഒരു വ്യക്തിയായി, കായിക താരമായി, ഒരു കലാതാരമായി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭൗതികമായി മാത്രം നേടിയെടുക്കാനാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഈ ജീവിതവും മരണവും തന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്, പണിയെടുക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ്
ജീവിതവും മരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതേ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട മനുഷ്യൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്: ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. എത്ര ശ്രദ്ധേയമായൊരു വചനമാണിത്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജഗണത്തിൽ നിന്നല്ലയോ മനുഷ്യ ഞാൻ നിന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. കേട്ടാൽ അറപ്പ് തോന്നുന്ന, പറയാൻ അറപ്പ് തോന്നുന്ന ഒരു ദ്രാവകത്തിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, ഈ പറയപ്പെട്ട ഇന്ദ്രിയത്തുള്ളി എവിടെ നിന്നാണ് പുറപ്പെട്ടതെന്നറിയുമോ? നിന്റെ നെഞ്ചല്ലിന്റെയും മുതുകല്ലിന്റെയും ഇടയിലുള്ള പ്രത്യേകമായ റൂട്ടിലൂടെയാണ് നീ പ്രയാണം ചെയ്തത്. ഉമ്മയുടെ ഗർഭാശയ അറകളിൽ ഒരു AC ഇല്ലാതെ, ഒരു ഫാൻ ഇല്ലാതെ, ഒരു എയർ കണ്ടീഷനിന്റെ സംവിധാനമില്ലാതെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ നിന്നെ മുക്കിക്കടത്തിയില്ലയോ? ആ ഒരു പ്രത്യേക കാലയളവിൽ നിനക്ക് വേണ്ട അന്നത്തെ എത്തിച്ചു തന്നത്, നിനക്ക് വേണ്ട ഓക്സിജനെ എത്തിച്ചു തന്നത്, നിന്റെ ശരീരത്തിലുള്ള ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിച്ചത് ആരാണോ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അങ്ങനെയുള്ള മനുഷ്യ നിന്റെ ജീവിതം തുടങ്ങിയത് ഒരു ചെറിയ അതേ ജലത്തിന്റെ കണികയിൽ നിന്നാണ്. എന്നിട്ടല്ല പറഞ്ഞത് എന്താ? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. തീർച്ചയായും നന്ദിയുടെയും നന്ദികേടിന്റെയും വഴി മനുഷ്യരുടെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അനന്തമായ, അജ്ഞാതമായ, അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കാകമാനം, മൃഗങ്ങൾക്കാകമാനം, മറ്റുള്ള ജീവജാലങ്ങൾക്കാകമാനം, സസ്യലതാദികൾക്കാകമാനമുള്ള പ്രകാശത്തെ ചൊരിഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള തീജ്വാലയായ വലിയ സൂര്യനെ സംവിധാനിച്ച, ജൈവ വൈവിധ്യങ്ങളെ സംവിധാനിപ്പിച്ച, ഒരുപാട് ചിന്തിക്കുന്ന അനുഗ്രഹങ്ങളെ സംവിധാനിച്ച ആ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് മനുഷ്യ അള്ളാഹു തന്നെ ഇങ്ങനെ പണിയെടുത്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്, അല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടിയല്ല. അതൊക്കെ ജീവിക്കാൻ വേണ്ടി ചിലപ്പോ ജോലി ചെയ്യേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും, അതൊക്കെ വേണം, അല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുവാനും അവനൊരു നന്ദിയുള്ള അടിമയായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതിനും വേണ്ടിയാണ്. അറിയുമോ നിങ്ങൾക്ക്, ഓരോ മിനിറ്റിലും 750 മില്ലി ലിറ്റർ രക്തമാണ് സങ്കീർണമായ നമ്മുടെ തലച്ചോറിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 11 പേർ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കാർപ്പറ്റ് വിരിക്കാൻ മാത്രം വലിപ്പമുണ്ടത്രേ ചുരുട്ടി മടക്കി വെച്ച നമ്മുടെ ഈ തലയോട്ടിക്കുള്ളിയുടെ ഉള്ളിലുള്ള തലച്ചോറിന്റെ വലിപ്പം. അതിനൊരു പ്രത്യേക രൂപത്തിൽ മടക്കി സംവിധാനിച്ചവൻ ആ തലച്ചോറിന്റെ മുകളിലൂടെ ഒരു ചെറിയ വണ്ണം കുറഞ്ഞ ചുവന്ന ഞരമ്പുകൾ 490 കിലോമീറ്ററിലധികം നീളമുള്ള ഞരമ്പിനെ മടക്കി വെച്ച് സംവിധാനിച്ചവരായ രക്ഷിതാവ്. ഇങ്ങനെ അങ്ങ് എടുത്തു നോക്കിയാൽ പറഞ്ഞു തീരുമോ? ഈ സമയം മതിയാകുമോ? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നീ ഒരു ഭാഗത്തിരുന്ന് എണ്ണിയാൽ എണ്ണിക്കണക്കാക്കാൻ മാത്രം സാധ്യമാകാത്ത രൂപത്തിൽ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് ചുരിഞ്ഞു തന്നിട്ടുള്ളത്. അറിയണം, ചിന്തിക്കണം. എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ والفلك التي تجري بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها
وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഈ 4 വരിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് പറഞ്ഞത്. ആകാശമെന്ന് പറയുന്ന വിശാലമായ സൃഷ്ടിയെ, ഭൂമി എന്ന് പറയുന്ന വിശാലമായ സംവിധാനത്തെ, സമുദ്രം എന്ന് പറയുന്ന വിശാലമായ സംവിധാനത്തെ, കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഭാഗങ്ങളിൽ വിശാലമായ സമുദ്രം കിടപ്പുണ്ട്. ആ സമുദ്രത്തിന്റെ മുകളിൽ, ആ സമുദ്രത്തിന്റെ ആഴികളിൽ എന്തെല്ലാം ജീവജാലങ്ങൾ ജീവിക്കുന്നു. ആ സമുദ്രത്തിന്റെ വെള്ളത്തെ പിളർത്തിക്കൊണ്ട് വലിയ വലിയ ഭാരങ്ങൾ വഹിച്ച് കീറിമുറിച്ച് കടന്നു പോകുന്ന കപ്പലുകളിൽ എനിക്കൊരുപാട് കാര്യങ്ങളല്ല പറയാൻ. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എങ്ങനെയാ വിശ്വാസികൾ ചിന്തിക്കുക? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുദാ വഅലാ ജുനൂബിഹിം വയതഫക്കറൂൻ ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. ആകാശഭൂമികളെ സൃഷ്ടിപ്പിൽ നേരത്തെ പറഞ്ഞ സംവിധാനങ്ങളില്ലേ, ആ സംവിധാനങ്ങളെ കുറിച്ച് വിശ്വാസി ചിന്തിക്കുക എങ്ങനെയാ? അവൻ നിന്നുകൊണ്ട് ചിന്തിക്കും, അവൻ ഇരുന്നു കൊണ്ട് ചിന്തിക്കും, അവന്റെ പാർശ്വഭാഗങ്ങളിൽ കിടന്നുകൊണ്ട് അവൻ ചിന്തിക്കും. ചിന്തിക്കുമ്പോൾ ഈ മഹാത്ഭുതങ്ങളെ കാണുമ്പോൾ അവൻ പറയുന്ന വാക്കാണ് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, നീ ആകാശത്തെ, ഭൂമിയെ, ഈ സകല ചരാചരങ്ങളെയും കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. നീ ആരാണ് റബ്ബേ? സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. അതുകൊണ്ട് ഫഖിനാ അദാബൻ നാർ. ശ്രദ്ധേയമാണ് ആ പ്രയോഗം. ഒരു വിശ്വാസിയുടെ ചിന്തയും ഒരു വിശ്വാസിയുടെ അധ്വാനങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ചെന്നവസാനിക്കുന്നത് നരകമാകുന്ന പാതാളത്തിൽ നിന്നുള്ള മോചനമാണ്. ഇവിടെയും പറഞ്ഞത് എന്താ? ഫഖിനാ അദാബൻ നാർ. അല്ലാഹുവേ, ആ ജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് കേൾക്കാൻ കഴിയണം. ഒരു വിയർപ്പിന്റെ കണങ്ങളുമായി നെറ്റിത്തടത്തിൽ ഒരു വിശ്വാസിയുടെ മരണം അങ്ങനെയാണ്. ഒരു വിശ്വാസി ദുനിയാവിൽ നിന്ന് യാത്ര തിരിച്ചു പോകുമ്പോ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം എന്നാകണം. ഈ പ്രയാസങ്ങൾ നിറഞ്ഞ, ഈ കഷ്ടപ്പാടുകൾ നിറഞ്ഞ, ഈ ദുരിതങ്ങൾ നിറഞ്ഞ, ഈ പ്രതിസന്ധികൾ ഒരുപാട് നിറച്ചു വെച്ച ഈ ദുനിയാവിൽ നിന്ന് ഒരു വിശ്വാസി ദാറുസ്സലാമിലേക്ക് തിരിച്ചു പോകുമ്പോ, സമാധാനത്തിന്റെ ഗേഹലത്തേക്ക് തിരിച്ചു പോകുമ്പോ അവന്റെ അടുക്കലേക്ക് അള്ളാഹു പറഞ്ഞേക്കുന്ന ദൂതന്മാർ വന്ന് പറയണം. അത് പറയാനും അത് പറയിപ്പിക്കാനും വേണ്ടിയാണ് ഇതാ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സജീവരായ ആത്മാർത്ഥരായ ആദർശ സഹോദരങ്ങളും പ്രവർത്തകന്മാരും ഇങ്ങനെ ഒരു പ്രോഗ്രാം കേരളത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും സംഘടിപ്പിക്കുന്നത്. അതിനാണ് നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ, അതിനാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തുന്ന സമ്മേളനങ്ങൾ, അതിനാണ് നമ്മുടെ ഖുർആൻ ക്ലാസുകൾ, അതിനാണ് നമ്മുടെ ഖുതുബകൾ, അതിനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അതിനു വേണ്ടിയാണ്. എന്ത് കേൾക്കാൻ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها വിശുദ്ധ ഖുർആൻ വ്യക്തമായി കൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എൻ്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുകയും, അല്ലാഹയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മസ്തഖാമൂ, നേരാമണ്ണം നിലനിൽക്കുകയും ചെയ്തവരാരാണോ, അല്ല പഠിപ്പിച്ച വിശ്വാസത്തിൽ, അല്ല പഠിപ്പിച്ച ആചാരങ്ങളിൽ, അല്ല പഠിപ്പിച്ച റൂട്ടിൽ കൃത്യമായി കാലിടറാതെ നിലനിൽക്കുന്നവരാരാണോ
അവരുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? മനുഷ്യ, നീ മരിക്കുമ്പോൾ നിനക്ക് താങ്ങാൻ കഴിയാത്ത പേടിയുണ്ടാകും, താങ്ങാൻ കഴിയാത്ത ഗദ്ഗദകണ്ഠനായ സങ്കടമുണ്ടാകും. ആ സമയത്ത് നിന്നെ സമാധാനിപ്പിക്കാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് മലായിക്കത്തുകളെ അല്ലാഹു പറഞ്ഞയക്കുകയാണ്. അവർ നമ്മോട് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. പേടിക്കണ്ടടോ നീ, ഭയപ്പെടണ്ടടോ നീ, ദുഃഖിക്കണ്ടടോ നീ. വഅബ്ശിറൂ ബിൽ ജന്നാ, നിനക്ക് സ്വർഗമാകുന്ന സന്തോഷ വാർത്തയുള്ളത്. ആ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത ഒന്നോ രണ്ടോ ദിവസമല്ല, കാലങ്ങളോളം, യുഗാന്തരങ്ങളോളം അല്ലാഹു ആ സ്വർഗം ഒരു മനുഷ്യർക്ക് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കൃത്യമാക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ടവരെ, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്വാനിച്ചോ പ്രിയപ്പെട്ട നാട്ടുകാരെ, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കുഞ്ചത്തൂരിന്റെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ഒരു 1/2 കിലോ വെജിറ്റബിളിന്റെ ഗ്യാരണ്ടി പോലും വാറണ്ടി പോലും ഇല്ല നമുക്ക്. നമ്മൾ ആരൊക്കെയോ ആയിട്ടുണ്ടല്ലേ. നീ എഞ്ചിനീയർ ആകാം, നീ ഡോക്ടർ ആകാം, നീ രാഷ്ട്രീയ പ്രവർത്തകനാകാം, ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവനാകാം, ഒരു ഗൃഹനാഥനാകാം, ഒരു ഭാര്യയാകാം, ഒരു ഉമ്മയാകാം, ഒരു മരുമകളാകാം, ഒരു അമ്മായിമ്മയാകാം, ഒരു വല്ലുമ്മയാകാം. ജീവിതത്തിൽ നീ കൈകാര്യം ചെയ്യുന്ന ഏത് വേഷങ്ങളാകട്ടെ, നിന്റെ ജീവിതത്തിൽ നീ ഏത് വേഷങ്ങൾ കൈകാര്യം ചെയ്താലും പൊടുന്നനെ തിരിച്ചു പോകേണ്ടി വരും ജീവിതത്തിൽ നിന്ന്. കേരളത്തിൽ അറിയപ്പെട്ട കവി ആ പറയപ്പെട്ട അതിഥിക്ക് കൊടുത്ത പേര് രംഗബോധമില്ലാത്ത കോമാളി എന്നാണ്. ഒരു കല്യാണ സദസ്സെന്നില്ലാതെ, ഒരു വിവാഹ സദസ്സെന്നില്ലാതെ, കുടുംബത്തിന്റെ കൂടെ കുശലാന്വേഷണങ്ങൾ പറയുന്ന ഒരു സദസ്സാണെന്നില്ലാതെ, ഒരു ടൂർ പോകുന്ന കുടുംബത്തിന്റെ വാഹനമാണെന്നില്ലാതെ എങ്ങോട്ടും ഏത് സമയത്തും അത് കടന്നു വരും. കാരണം എന്താ? ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു കഴിഞ്ഞു. എന്ത്? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവ് കുറച്ച് മാത്രമേ ഉള്ളൂ സഹോദര, അല്പം മാത്രമേ ഉള്ളൂ സഹോദരി. നീ കാട്ടിക്കൂട്ടുന്നത് പോലെയല്ല കാര്യങ്ങൾ, നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. ഏത് സമയത്തും അവസാനിച്ചു പോകുന്ന, കണ്ണിമ വെട്ടുന്നതിന്റെ മുന്നേ തീർന്നു പോകുന്ന ഒരു പളപളപ്പിന്റെ ലോകമാണടോ ദുനിയാവ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, എന്നാൽ മരണാനന്തരം കടന്നു വരാനുള്ള പരലോക ജീവിതമുണ്ടല്ലോ, വല്ലാഖിറതു ഖൈറു ലിമൻ ഇത്തഖാ. നാളെ വരാനിരിക്കുന്ന പരലോകമുണ്ടല്ലോ, അതാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഏറ്റവും നല്ല ലോകം. എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഓതുന്ന, ജുമുഅക്ക് ഇമാം ഓതുന്ന ഒരു സൂറത്തില്ലേ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അതിലൊരായത്ത് എന്താ കൂട്ടരെ? വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. അതല്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ? ആ ആയത്തിന്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ നമുക്കറിയുന്ന ഒരു അർത്ഥമാണ് പരലോകം. നാളെയുള്ള വരാനിരിക്കുന്ന അനന്തമായ ആ ലോകം, വലാ തുളമൂന ഫതീല വലാ തുളമൂന നകീറ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കാണാം അല്ലേ? ഈന്തപ്പര കുരുവിന്റെ മുകളിൽ നിന്ന് ചുരണ്ടിയാൽ, സ്ക്രാച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പാടയില്ലേ, ആ പാടയുടെ അത്ര പോലും നിങ്ങളോട് അക്രമം ചെയ്യില്ല. ഈന്തപ്പര കുരുവിന്റെ ഒരു ഭാഗത്ത് ഒരു ചാലി കാണാം, ആ ചാലിൽ നിന്ന് സ്ക്രാച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു നാരുണ്ട്, ആ നാരിന്റെ അത്ര പോലും നിങ്ങളോട് അക്രമം ചെയ്യില്ല. ഈന്തപ്പനക്കുരുവിന്റെ ഒരു കൂർപ്പുണ്ട്, ആ കൂർപ്പ് കൊണ്ട് കുത്തിയാൽ ആ കൂർപ്പിന്റെ അടയാളം എത്രയാണോ അത്ര പോലും നിങ്ങളോട് അക്രമം കാണിക്കില്ല എന്നൊക്കെ ഖുർആൻ പറയുന്നതായി കാണാം. അതാണ് പരലോകം, അതാണ് പരലോകം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ലോകത്തിന്റെ വേണ്ടി പണിയെടുക്കാതെ അലസന്മാരായി നടന്നാലോ ഒരു മരിക്കുമ്പോ നല്ല ഉടങ്ങാറാകേണ്ടി വരും. അവിടുന്ന് തുടങ്ങും വിലാപം. ഒരു വിലാപം കേൾക്കണം നിങ്ങൾക്ക്. അല്ലാഹു നമ്മെ ഇതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ഖാല റബ്ബിർജിഊൻ. അത്തരം ആളുകളുടെ അടുക്കലേക്ക് വിശ്വാസത്തെ വിമലീകരിക്കാത്ത, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അശ്രദ്ധയിലേക്ക് തള്ളിവിട്ട ആളുകളില്ലയോ, അവരുടെ അടുക്കലേക്ക് മരണമാകുന്ന യാഥാർത്ഥ്യം കടന്നു വരുമ്പോ അവർ അല്ലാഹുവോട് കെഞ്ചുകയാണ്, റബ്ബിർജിഊൻ, എന്നെ ഒന്നുകൂടി ഭൂമിയിലേക്ക് തിരിച്ചു വിടുമോ റബ്ബേ. എന്തിനു വേണ്ടിയാണെന്നറിയുമോ?
എന്റെ സമ്പത്ത് ഭദ്രമായി വേറെ ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിക്കാനാണെന്ന് പറയാനല്ല, എന്റെ കുടുംബത്തെ ഭദ്രമായി ഏൽപ്പിക്കാനാണെന്ന് പറയാനല്ല, മറ്റൊരു കാര്യത്തിനു വേണ്ടിയുമല്ല. നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഒരുപാട് നന്മകളുണ്ട് അല്ലാ. അതിലെന്റെ സുബഹിയുടെ ജമാഅത്തുകളുണ്ട്, അതിലെന്റെ ദഅവത്തിന്റെ അവസരങ്ങളുണ്ട്, അതെന്റെ കുടുംബത്തിന്റെ മുന്നിൽ ഒരു നല്ല ഗൃഹനാഥനാകേണ്ട അവസരങ്ങളുണ്ടായിരുന്നു, ഒരു നല്ല ഉമ്മയാകേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ജീവിതത്തിലെ നന്മയുടെ മേഖലകളുണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ ഒന്നുകൂടെ എന്നെ തിരിച്ചു വിടുമോ അല്ലാ? നിന്നോട് ചോദിക്കാതെ ഈ ജീവിതം തന്ന റഹ്മാനായ റബ്ബിന്റെ മറുപടി കേൾക്കണോ നിനക്ക്? നിന്നെ രക്ഷപ്പെടുത്താൻ ആരും അവിടെയില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. കാസർഗോഡ് ജില്ലക്കാരാ, കർണാടകക്കാരെ, കേരളക്കാരെ, അല്ലാഹുവിന്റെ മലായികത്തുകൾ വരുമ്പോ അവരുടെ മുമ്പിലാണ് ഈ കെഞ്ചല്. അല്ല പറയുകയാണ്, നിനക്കിനി സമയമില്ലടോ, നീ പറയുന്ന വാക്ക് വെറും ഉള്ളു പൊള്ളയായ വാക്കാണ്. അതൊന്ന് രാത്രി കൂടെ, അത് നാളെ കൂടെ, ഈ ആഴ്ചയിലായിക്കൂടെ, ഈ സദസ്സിൽ നിന്നായിക്കൂടെ. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട്, എന്താ പറയാ, PSC കോച്ചിങ് ക്ലാസ് നടക്കുകയാണ്. കുറെ യുവാക്കൾ ഇരിക്കുന്നുണ്ട്. ആ യുവാക്കൾക്കിടയിൽ ഇന്ന് മധ്യത്തിലിരിക്കുന്ന ഒരു യുവാവ് മുമ്പിലുള്ള ടേബിളിലേക്ക് മറിഞ്ഞു വീണു. അടുത്തിരിക്കുന്ന ആൾ അവനെ പൊന്തിച്ചപ്പോ ആ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഇടയിലൂടെ ഊർന്ന് അങ്ങോട്ട് വീണു. എന്തേ കാരണം? മരണം വന്നു. വയസ്സെത്രയാ? ഒരു യുവാവിന്റെ പ്രായമാണ്. മരണത്തിന് പ്രായമില്ലടോ, അതിന് സമയമില്ല, അതിന് കാലത്തിന്റെ, സാഹചര്യത്തിന്റെ, സിറ്റുവേഷൻസുകളുടെ പ്രശ്നമില്ല. ഏത് സമയത്തും അത് കടന്നു വരുമെന്നാണ് നമ്മളൊക്കെ പറയാറില്ലേ. ഒന്നിനും സമയമില്ല, ഒന്നിനും നേരമില്ല. എത്ര പെട്ടെന്നാ സമയം കഴിഞ്ഞു പോണത്, എത്ര പെട്ടെന്നാ മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നത്, അല്ലേ? ഇത് പറയാത്ത ദിവസങ്ങളുണ്ടോ? ഇത് പറയാത്ത ആളുകളുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ദീനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. 950 കൊല്ലം അല്ലാഹുവിന്റെ ദീനിലേക്ക് മാനവ ജനതയെ ക്ഷണിച്ച മഹാപ്രവാചകനല്ലയോ സഹോദരങ്ങളെ, സഹോദരിമാരെ, നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ മകന് കിട്ടാത്ത സന്മാർഗം, ആ നൂഹ് നബിയുടെ ഭാര്യക്ക് കിട്ടാത്ത, അദ്ദേഹത്തിന്റെ കൂടെ ചൂടും ചൂരും അറിഞ്ഞു കിടന്ന ഭാര്യക്ക് കിട്ടാത്ത സന്മാർഗം, ഇബ്രാഹിം നബിയുടെ ഉപ്പയായ ആസറിന് താരിഖ് എന്നും പേരുള്ള മനുഷ്യന് കിട്ടാത്ത ഹിദായത്ത്, ഹബീബായ പ്രവാചകനെ വർഷങ്ങളോളം നോക്കി വളർത്തിയ അബൂ താലിബിന് കിട്ടാത്ത ഹിദായത്ത് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ ആദർശത്തോട് നമുക്ക് പ്രതിബദ്ധത വേണം. അതിനെ സത്യപ്പെടുത്തി അതിനോട് നന്ദി കാണിച്ച് ജീവിക്കാൻ കഴിയണം. നാവാൽ പറഞ്ഞാൽ പോരാ. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മളെല്ലാവരും രാവിലെ വൈകുന്നേരങ്ങളിൽ ചെല്ലുന്ന അദ്കാറുകളിൽ പറയുന്ന ഒരു പ്രാർത്ഥനയല്ലേ, ദിക്റല്ലേ, റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ. 3 കാര്യങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ്. റദീതു ബില്ലാഹി റബ്ബാ, ഹേ റബ്ബേ, നീ എൻ്റെ റബ്ബാണെന്നുള്ളതിൽ ഞാൻ പൂർണ്ണനായി സംതൃപ്തനാണ്. വബിൽ ഇസ്ലാമി ദീനാ, ഞങ്ങളിലേക്ക് നീ നൽകിയ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ഈ ദീന് കൊണ്ടും ഞങ്ങൾ സംതൃപ്തരാണ്. വബി മുഹമ്മദിൻ നബിയ്യാ, ഞങ്ങളിലേക്ക് നീ പറഞ്ഞയച്ച, ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ഞങ്ങളുടെ നേതാവ്, നമ്മൾക്ക് എന്തെങ്കിലും പറ്റുന്നത് നമ്മളെക്കാൾ കൂടുതൽ സങ്കടപ്പെട്ട നമ്മുടെ നേതാവ്, നമുക്ക് ഹിദായത്തിന്റെ വഴി പഠിപ്പിച്ച നമ്മുടെ നേതാവ്, ആ ഹബീബായ പ്രവാചകനിൽ ഞാൻ തൃപ്തിപ്പെട്ടവനാണെന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതിനെന്ത് വേണമെന്നറിയുമോ? നാവാല് പറഞ്ഞാൽ പോരാ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പച്ചയായി ജീവിച്ച് തെളിയിക്കണം. അത് ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോ, ഒരു പ്രയാസം കടന്നു വരുമ്പോ, ഒരു പ്രയാസത്തിന്റെ സമയം കടന്നു വരുമ്പോ അല്ലാഹുവിനെ വിട്ട് സിട്ടികളിലേക്കല്ല പോകേണ്ടത്, മറ്റുള്ളവരിലേക്കല്ല കടന്നു പോകേണ്ടത്, എല്ലാം നൽകിയ റബ്ബിലേക്കല്ലയോ. അതല്ലേ അല്ല നമ്മളോട് പറഞ്ഞതെന്ത്? അമ്മയുജീബുൽ മുൾതറ ഇദാ ദആ വയക്ഷിഫുസ്സൂ ويجعلكم خلفاء الأرض أإله مع الله
അഇലാഹും അല്ലാഹ് ഖലീലം മാ തദക്കറൂൻ അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദാ. അതിലെല്ലാം പെട്ടു. നീ ഒരു ക്യാൻസർ രോഗിയാണോ? നീ ആക്സിഡന്റായി മൂലയിൽ കിടക്കുകയാണോ? മരുന്ന് മടക്കുന്ന കട്ടിലുകളിൽ നീ വർഷങ്ങളായി കിടക്കുന്നവനാണോ? സാമ്പത്തികതയുടെ കയത്തിൽ നീ മുങ്ങിയവനാണോ? ജോലി മേഖലകളിൽ പ്രയാസപ്പെടുന്നവനാണോ? നീ കിഡ്നി പേഷ്യന്റ് ആണോ? നീ ഹാർട്ട് പേഷ്യന്റ് ആണോ? ജീവിതത്തിൽ നിനക്ക് നിന്റെ കവാടങ്ങളെല്ലാം അടഞ്ഞു എന്ന് തോന്നിയോ? ഇല്ല. അല്ലാഹ് പറയുന്നു, പ്രതിസന്ധി അനുഭവിക്കുന്നവരാണോ അവർ എന്നോട് തേടിയാൽ അവന്റെ ആ പ്രയാസത്തെ ഞാൻ നീക്കം ചെയ്യുമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് മറ്റുള്ള ഒരു ആളുടെ സഹായം? എല്ലാം ചെയ്തു തരാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ പിന്നെ വേറെ ആളെ സഹായം ആവശ്യമില്ലല്ലോ. അല്ലാഹ് അങ്ങനെ പ്രഖ്യാപിക്കണം ഓരോ ആയത്തുകളിലൂടെയും. ഈ ഒരു മഹാ ആദർശത്തെ നെഞ്ചിലേറ്റിയവരായിരുന്നു ആരെ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോഗം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതെ, ലോകത്തിന്റെ പല കോണുകളിലേക്ക് പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, ചെങ്കടലിന്റെ മുന്നിൽ നിസ്സഹായനായി നിൽക്കുമ്പോ ആ മഹാനായ മൂസാ നബി പറഞ്ഞ വാക്കുണ്ടല്ലോ, പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഈ കുഞ്ചത്തൂരിന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമുക്ക് ആ അല്ലാഹുവിൽ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അതല്ല, എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അള്ളയെ വിട്ടവന്റെ സൃഷ്ടികളിലേക്ക് കടന്നു പോകുന്നവരാണോ? അത്രത്തോളം നിലവാരം കുറഞ്ഞവരായി പോകേണ്ടവരാണോ നമ്മൾ? ആണോ? അല്ല. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രോദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വീണപ്പോ ഏതൊരു നാഥനെയാണോ തവക്കുൽ ചെയ്തത്? 14 കൊല്ലം ശരീരത്തിന്റെ എല്ലാ മേഖലകളിലും വൃഢാവൃതമായ ശരീരം കൊണ്ട് നടന്ന മഹാപ്രവാചകനല്ലയോ അയ്യൂബ് നബി അലൈഹിസ്സലാം? അയ്യൂബ് നബി ഏത് പ്രവാചകനെയാ വിളിച്ചത്? അയ്യൂബ് നബി ഏത് ജിന്നിനെയാണ് വിളിച്ചത്? അയ്യൂബ് നബി ഏത് മലക്കിനെയാണ് വിളിച്ചത്? ആരെയുമല്ലല്ലോ. 14 കൊല്ലം വേദന കടിച്ചമർത്തി ജീവിച്ചപ്പോഴും ഈ കുഞ്ചത്തൂരിന്റെ മണ്ണില്, ഈ ശാന്തഗംഭീരമായ ഈ പ്രദേശത്ത്, ഈ സംസാരത്തിന് എത്രത്തോളമാണ് അതിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. 14 കൊല്ലമാണ് ശരീരത്തിന്റെ എല്ലാ രംഗങ്ങളിലും മുറിവായൊരു പ്രവാചകൻ ജീവിച്ചത്. അദ്ദേഹം ആരോടാണ് തേടിയതെന്നറിയുമോ? അല്ലാഹ് പറയുന്നു നമ്മളോട്, അതേ, മുജാഹിദുകൾക്ക് ഏത് വേദി കെട്ടിയാലും പറയാനുള്ളത് ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ്. അവർ നടന്ന വഴികളാണ്, അവർ കാണിച്ചു തന്ന സ്വർഗത്തിന്റെ വഴികളാണ്. കാരണം അല്ലാഹ് അവർക്ക് ഹിദായത്ത് കൊടുത്തവരാണ്. അല്ലാഹ് അവരെ സ്വർഗത്തിലേക്ക് വഴി കാണിച്ചവരാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ആ അയ്യൂബ് നബി വിളിച്ചത് തന്റെ രക്ഷിതാവിനെയാണ് വിളിച്ചത്. എന്നിട്ട് എന്താണ് റബ്ബിനോട് പറഞ്ഞത്? അന്നീ മസ്സനിയല്ലുറ, അന്നീ മസ്സനിയല്ലുറ. ഏ അല്ലാഹ്, ഈ അയ്യൂബിനിതാ ദുർറ് ബാധിച്ചിരിക്കുന്നു, ഈ അയ്യൂബിനിതാ വേദന വന്നിരിക്കുന്നു, മുറിവായിരിക്കുന്നു, പ്രയാസമായിരിക്കുന്നു. അല്ലാഹ്, നീ റഹ്മാനല്ലയോ, നീ റഹീമല്ലയോ അല്ലാഹ്. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇതിൽ പ്രാർത്ഥനയുടെ സ്വഭാവങ്ങൾ എവിടെയും കാണില്ല, പക്ഷേ അതൊരു പ്രാർത്ഥനയാണ്. ആ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം തേടിയ റബ്ബ്, ആ അയ്യൂബ് നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന പാത, ആ പാതയിലേക്കാണ് ഈ നാട്ടുകാരെ ഞങ്ങൾക്ക് ക്ഷണിക്കാനുള്ളത്. എല്ലാ മനുഷ്യരെയും. ഇതിലെവിടെയാ വർഗീയതയുള്ളത്? കാണാൻ പറ്റൂല, കാണിച്ചു തരാൻ കഴിയില്ല. കാരണം നമ്മുടെയൊക്കെ രക്ഷിതാവിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്. അങ്ങനെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, കുറെ പറയാണ്ട്, സമയം കൊണ്ട് ഇങ്ങനെ പലത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ. അത്തരം ഒരു ആദർശത്തിലാണ് നീ ഉള്ളതെങ്കിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ വിഷയത്തിൽ നീ ഭയപ്പെടുന്നവരാണോ? നിന്റെ ജീവിതത്തിന്റെ പല രംഗങ്ങളുടെയും അവസ്ഥകളെ ആലോചിച്ച് നീ ഭയപ്പെടുന്നവനാണോ? അല്ലാഹ് പറയുന്നു, നിന്റെ അടുക്കൽ തൗഹീദുണ്ടോ? നിന്റെ അടുക്കൽ അചഞ്ചലമായ ആദർശമുണ്ടോ? നിന്റെ അടുക്കൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമുണ്ടോ? അല്ലാഹ് നിന്നെ സഹായിക്കും. എത്രയോ ലക്ഷോപലക്ഷം ആളുകൾ എതിർച്ചേരിയിൽ നിന്നിട്ടും ഇപ്പുറത്ത് ഹാറൂൻ നബിയും മൂസാ നബിയും മാത്രമായപ്പോഴും ആ മഹാനായ മൂസാ നബിയോട് അല്ലാഹ് വഹി കൊടുത്തു പറഞ്ഞത്, ഫിർഔൻ സംഘടിപ്പിച്ച മത്സരവേദിയിൽ മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞത് എന്താ? അതെ, ലാ തഖഫ്, നിങ്ങൾ പേടിക്കേണ്ട മൂസ, ഇന്ന് വിജയിക്കാൻ പോകുന്നത് നിങ്ങളാണ്. മൂസാ നബിക്ക് ആളുകളില്ല,
മൂസാ നബിക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല. മൂസാ നബിയുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സംവിധാനങ്ങളോ അധികാരങ്ങളോ ഒന്നുമില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞത് എന്താ? പേടിക്കണ്ട മൂസ, നിങ്ങളെ ഞാൻ ഇന്ന് വിജയിപ്പിക്കും. എന്ത് കാരണം? മൂസാന്റെ പേരത്ത് ഒന്നുണ്ടായിരുന്നു. എന്താ നിങ്ങള്? ശിർക്ക് കലരാത്ത തൗഹീദ്, ശിർക്ക് കലരാത്ത വിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനായ പ്രവാചകൻ അവിടെ ഉന്നത വിജയം നേടിയത് 2024 ഈ ജനുവരിയിലെ 27-ാം തീയതി ഈ ടൈമിൽ കുഞ്ചത്തൂരിന്റെ മണ്ണിൽ വെച്ചും ആ വിജയത്തെ ഓർത്ത് നമ്മുടെ രോമങ്ങൾ ഇപ്പോഴും എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ലൈവായി കണ്ടു നിന്നവരുടെ അവസ്ഥ? എന്നാലോചിച്ച് നോക്കണി. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? അതാണ് ഖുർആൻ പറഞ്ഞത്. ആ ആദർശം നമ്മളിലുണ്ടോ? അതേ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതേ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് അല്ലാഹ് പറഞ്ഞത്, വലാ തഹിനൂ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറേണ്ടതില്ല, നിങ്ങൾ തന്നെയാകുന്നു ഉന്നതർ. എങ്ങനെയാണെങ്കിൽ അല്ലാഹ് പറയുന്നു, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാകുന്നു ഉന്നതരെന്ന് അല്ലാഹ് പറയുമ്പോ, എന്റെ നാട്ടുകാരെ, എത്രത്തോളം വലിയ പവറാണ് ആ തൗഹീദിനുള്ളത്, എത്ര വലിയ അനുഭൂതിയാണ്, ആ നിർഭയത്വ ബോധമാണ് ആ തൗഹീദിനുള്ളത്. അത് അനുഭവിക്കാനാണ് നിങ്ങളെ ഞങ്ങൾ വിളിക്കുന്നത്. എല്ലാ സെട്ടികളെയും മനസ്സിൽ നിന്ന് ഇറക്കി വിട്ട് എല്ലാ മറ്റുള്ള ജീവജാലങ്ങളെയും ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളെയും മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് അല്ലാഹുവിനെ മാത്രം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്ത് ആ റബ്ബിനോട് മാത്രം സത്യം ചെയ്ത് ആ അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്ത് ആ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുന്നവനാണോ നീ? ഈ വിജയം നമുക്കും ഉണ്ടാകുമെന്നല്ലേ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ വിജയം നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി. എന്ത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. എന്റെ ജീവിതം മുഴുവൻ ഇതാ ഞാൻ അവനിൽ തവക്കുൽ ചെയ്യുകയാണ്. വിശ്വാസികളുടെ ക്വാളിറ്റിയായി പറഞ്ഞത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾ ആരാണെന്നറിയുമോ? അല്ലാഹ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരാണവർ. അതുപോലെ തന്നെ അവൻ ലോകത്ത് മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ഇറക്കിത്തന്ന, ലോകത്ത് ശത്രുക്കളുടെ നടുവിലൂടെ കടന്നു വന്ന, അനുകൂലികളുടെ ഇടയിലൂടെ കടന്നു വന്ന, ഇന്നും തെറ്റുകൾ പിണയാത്ത മഹാവേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ. ആ ഖുർആനിലെ വചനാമൃതങ്ങൾ അവന്റെ കർണപുടങ്ങളിലെത്തിയാൽ സാദതുഹും ഈമാനാ, അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണെന്ന് അല്ലാഹ് പറയുമ്പോ ആ ഒരു നിർഭയത്വ ബോധം വേണ്ടേ നമുക്ക്? സഹോദരങ്ങളെ, അത് ലഭ്യമാകണമെങ്കിൽ പോകൂ നിങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക്. അതേ നമ്രൂദ് എന്ന് പറയുന്ന അഹങ്കാരിയായ രാജാവില്ലയോ, ആ രാജാവ് ഒരുക്കിയ വലിയ തീക്കുണ്ടാരത്തിലേക്ക് നേരത്തെ ഇവിടെ ആമുഖ സംസാരത്തിൽ പറഞ്ഞതുപോലെ യുവാവായ ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞതാണ് ആ വാക്ക്, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിക്ക് ഒരുപക്ഷെ തീയിലേക്ക് എറിഞ്ഞ് നമ്രൂദും അവന്റെ കിങ്കരന്മാരും അവരുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകാം. ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ അവർ കിടന്നുറങ്ങുമ്പോ അവിടെ കിട്ടാത്ത സമാധാനമല്ലയോ, അവിടെ കിട്ടാത്ത നിർഭയത്വ ബോധമല്ലയോ ആ തീക്കുണ്ടാരത്തിൽ കിടന്ന ഇബ്രാഹിം നബിക്ക് ലഭിച്ചത്? അല്ല എന്ന് പറയാൻ കഴിയുമോ? എന്താണ് തീയിനോടല്ല പറഞ്ഞത്? ഖുൽനാ യാ നാറു കൂനി
ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലയോ തീ, നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പാകെ, ഇബ്രാഹിമിന്റെ മേൽ നീ രക്ഷയാകെ. പ്രകൃതിയുടെ നിയമം തന്നെ അല്ല മാറ്റിയത് വിശ്വാസത്തിന്റെ കനം കൊണ്ടാണ്. ഇബ്രാഹിം ഇബ്രാഹിം നബി ചില്ലറക്കാരനല്ല. ഒരു മനുഷ്യനിൽ നിന്ന് അല്ല ആഗ്രഹിക്കേണ്ടുന്ന കടമകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ജീവിതത്തിന്റെ ആപാദ ചൂടമേഖലകളിൽ നെഞ്ചേറ്റിയ മഹാനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാത്രമാണോ ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. ഒരു സമൂഹം ഒന്നടങ്കം ചെയ്യേണ്ട പണി ഒറ്റക്കെടുത്ത നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അള്ളാഹ് രക്ഷപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അങ്ങ് നോക്കിയാൽ ബദറിന്റെ രണഭൂമിയിൽ ആരോരുമില്ലാത്ത ആ വിശാലമായ മരുഭൂമിയിൽ പൊന്തി നിൽക്കുന്ന ഒരു മണൽക്കുന്നിന്റെ മുകളിൽ കയറിയിട്ട് തന്റെ കാൽമുട്ടിൽ ഇങ്ങനെ എണീറ്റ് നിന്നുകൊണ്ട് കുഗ്രാമമായ ബദറിന്റെ തലേ ദിവസം അവിടുത്തെ പ്രിയങ്കരരായ അനുചരന്മാർ കിടന്നുറങ്ങിയപ്പോഴും ഉറങ്ങാതെ ലോകത്തിന്റെ ഹബീബ് പ്രാർത്ഥിച്ചതെന്താണ്? സുദീർഘമായി സുജൂദിലാണ്, അവിടുന്ന് പ്രാർത്ഥനയിലാണ്. ഹബീബായ പ്രവാചകന്റെ ദുആ ഇതാണ്: اللهم إن تهلك هذه العصابة لن تعبد في الأرض أبدا. ഹേ അല്ലാഹ്, നാളെ നടക്കാൻ പോകുന്ന ബദറിന്റെ രണഭൂമിയിൽ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ ആരാധിക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ല റബ്ബേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലയോ? ഈ മഹാസുഖം കിട്ടിയ മറ്റൊരു വ്യക്തിയായിരുന്നില്ലയോ? എല്ലാ സുഖങ്ങളുടെയും ശീതളച്ചായയിൽ അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിച്ചിരുന്ന മഹതിയായ സ്ത്രീയല്ലയോ? സഹോദരിമാരെ, നിങ്ങൾക്ക് മാതൃകയാണവർ. ലോകത്തുള്ള എല്ലാ സ്ത്രീവർഗത്തിന്റെ മാതൃകയാണവർ. ആരാണതെന്നറിയുമോ? മഹതിയായ ആസിയ ബിൻത് മുസാഹിം. അതെ, ഈ ആദർശം പ്രഖ്യാപിച്ചതിന്റെ പേരിലെ ശത്രുക്കളെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരിയായ ആ മനുഷ്യൻ. പക്ഷേ മഹതിയായ ആസ്യയുടെ ജനനേന്ദ്രിയങ്ങളിലൂടെ വലിയ കുന്തങ്ങൾ കയറ്റുമ്പോ ആകാശത്തിന്റെ വിരിമാറിലേക്ക് നോക്കിയപ്പോ ആസിയ ബിൻത് മുസാഹിം കണ്ടതെന്താണെന്നറിയുമോ? മേഘം തളലിട്ട് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, എന്റെ കൂടെ ആരുമില്ലെങ്കിലും, എന്റെ ഭർത്താവുമില്ലെങ്കിലും, എന്നെ അനുഭവിച്ച എന്റെ ഭർത്താവ് പോലുമില്ലെങ്കിലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് ആസ്യ പ്രാർത്ഥിച്ചത് എന്താണ്? ദറബല്ലാഹു മസലാ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔൻ ونجني من فرعون وعمله ونجني من القوم الظالمين. അല്ലാഹുവേ, എന്ത് സുഖങ്ങൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും, എന്ത് അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോയാലും, അല്ലാഹുവേ, നിന്റെ കോടതിയിലെ ആരും സഹായിക്കാനില്ലാത്ത ആ ലോകത്തെ അമലുകൾ മാത്രം രക്ഷക്കെത്തുന്ന ലോകത്ത്, നിന്റെ സ്വർഗീയ ലോകത്ത് എനിക്ക് നീ ഒരു വീട് പണിത് തരണമേ എന്ന് മഹതിയായ ആസിയ ബീവിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയുമോ? ആ തൗഹീദ് നെഞ്ചിലേറ്റിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. അവിടെയും ഖുർആൻ പറഞ്ഞത് എന്താണ്? ആരാണോ അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യാതെ വിശ്വസിക്കുന്നവർ ആരാണോ, അതിന്റെ മുകളിൽ അമല് സ്വാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്യുന്നവരാരാണോ, അവർക്ക് നാം ഇതാ വാഗ്ദാനം ചെയ്യുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ ഞാൻ അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾക്ക് പ്രാതിനിധ്യം കൊടുത്തതുപോലെ അവർക്ക് നാം പ്രാതിനിധ്യം നൽകുന്നതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ, അവരുടെ ദീനനുസരിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്തുകൊണ്ട് ശാന്തമായി ജീവിക്കുവാനുള്ള സിറ്റുവേഷൻ അല്ലാഹ് അവർക്ക് നൽകുന്നതാണ്. മാത്രമല്ല, നീ എന്തൊരു കാര്യമാണോ ഈ നാടുകളിൽ ഭയപ്പെടുന്നത്, അതിനു പകരം വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിന്റെ ജീവിതത്തിൽ നിന്ന് പേടിയെ എടുത്തു കളഞ്ഞുകൊണ്ട്
ആ പേടിയുടെ ഭാഗത്ത് നിനക്ക് അല്ലാഹു അതാ നിർഭയത്വം നൽകുകയാണ്. നിനക്ക് കോടികളുടെ ആസ്തിയുണ്ട്, നിനക്ക് ആരോഗ്യമുള്ള ബോഡിയുണ്ട്, നിനക്ക് തടിമാടന്മാരായ മക്കളുണ്ട്, നിനക്ക് എയർ കണ്ടീഷനുള്ള അധുനാധുന വാഹനങ്ങളുണ്ട്, നീ വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളവരാണ്, നീ വലിയ അധികാരികളുടെ പിൻബലമുള്ളവരാണ്. എന്തുണ്ടായിട്ടും കാര്യമില്ലടോ, നിന്റെ ജീവിതത്തിൽ നിർഭയത്വമില്ലയോ, നിനക്ക് സമാധാനമില്ലയോ, നിനക്ക് ജീവിക്കാൻ എങ്ങനെയാണ് സാധ്യമാവുക? അതുകൊണ്ടല്ലേ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ലണ്ടനിന്റെ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ അറിയപ്പെട്ട ഒരു കോടീശ്വരൻ അതേ മഞ്ഞ് പെയ്യുന്ന ദിനരാത്രങ്ങളിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വലിയ വലിയ ട്രെയിനിന്റെ റെയിൽപാളങ്ങളിൽ കറുത്ത കോട്ട് ധരിച്ചുകൊണ്ട് ആ കോടീശ്വരൻ ആത്മഹത്യ ചെയ്യുമ്പോ ആ കറുത്ത കോട്ടിൽ നിന്ന് കിട്ടിയ വെളുത്ത കടലാസിൽ എഴുതി വെച്ചോ, എനിക്ക് സമാധാനമില്ല. ശാന്തമായ അതുപോലെ ശല്യങ്ങളില്ലാത്ത സമാധാനങ്ങളുള്ള ലോകത്തേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആളുകളതാ അങ്ങനെയും ചില ആളുകളെ നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം. കുറെ ഭൗതിക അനുഭൂതികളും അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. അതാ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം അവിടുന്ന് പറഞ്ഞതെന്ത്? ദുനിയാവിന്റെ യാതൊരു കാര്യത്തിന്റെ ആധിക്യവുമല്ലടോ നിനക്ക് സമാധാനം നൽകുക. പിന്നെയോ അള്ളാഹു മനസ്സിന് നൽകുന്ന സമാധാനം ഉണ്ടല്ലോ, ആ യഥാർത്ഥ സമാധാനം ഏതിലൂടെ കിട്ടുക? അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച രംഗത്തിലൂടെ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മരുഭൂമിയിലൂടെ തന്റെ ചൂണ്ടുവിരൽ കൊണ്ടൊരു നീളത്തിലൊരു വരങ്ങട് വരച്ചു, നിർത്താതെ ഒരു വരങ്ങട് വരച്ചു. ആരേ? നമ്മുടെ നേതാവ്. ആ വരക്ക് ചുറ്റും ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് ആദ്യം വരച്ച വരയിൽ തൊട്ടിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. ഇതാകുന്നു യഥാർത്ഥത്തിലുള്ള വഴി, ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീമായ പാത. അതുകൊണ്ട് ആ പാതയെ നിങ്ങൾ പിൻപറ്റണേ. ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. ഞാൻ പിന്നീട് വരച്ച ധാരാളം വരകളുണ്ടല്ലോ, ആ വഴിയാരും നിങ്ങൾ പിൻപറ്റരുത്. ആ വഴികളെ തേടിക്കടന്നു പോകുന്നവരാരാണോ ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അത് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കി കളയും. ഈ ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അന്യമായ പാതകൾ എന്ന റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് വൽ ബിദ്അത്തു വശുബ്ഹാത്ത്, ബിദ്അത്തുകളും ശുബ്ഹാത്തുകളുമാണ് ആ കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതുകൊണ്ട് നമുക്ക് വിജയിച്ച കക്ഷികളിൽ ഉൾപ്പെടണം. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം എപ്പോഴും നമുക്ക് വേണം. അതിലൂടെ മാത്രമാണ് വിശ്വാസരംഗത്തെ, ആചാരരംഗത്തെ, ജീവിതത്തിന്റെ കുടുംബരംഗത്തെ, സ്വഭാവരംഗത്തെ, നമ്മുടെ ഇടപാടുകളെ, സ്വകാര്യ ജീവിതങ്ങളെ എല്ലാം നന്നാക്കിയെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ആ ലോകത്തെ കുറിച്ചുള്ള പേടി വേണം. ആ ലോകത്തെ കുറിച്ചുള്ള പേടി ആർക്കാണോ അല്ലാഹു അവർക്ക് കൊടുത്ത ഓഫർ എന്താ? സൂറത്തു റഹ്മാൻ വായിക്കേ, 46-ാമത്തെ വചനം. ഏറ്റവും നല്ല സുന്ദരമായി ഖിറാഅത്ത് നടത്താൻ പറ്റിയ സൂറത്താണത്. അതിന്റെ 46-ാമത്തെ ആയത്ത് എന്താ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ദിവസത്തെ ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നവരാരാണോ, അതിലൂടെ ജീവിതത്തെ വിമലീകരിക്കുന്നവരാരാണോ, അവർക്കുള്ള 2 സ്വർഗം നൽകുന്നതാണ്. ആ 2 സ്വർഗം എന്ന് പറഞ്ഞ എന്താ? നിങ്ങള് മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഒരു സ്വർഗം ഖബറിലാണ്, മറ്റൊരു സ്വർഗം പരലോകത്താണ്. ഈ 2 സ്വർഗവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഈ നിർഭയത്വ ബോധം ലഭിക്കേണ്ടതിന് പകരം ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് സത്യമെന്ത് അസത്യമെന്ത് എന്ന് തിരിച്ചറിയാതെ ഉഴലുന്ന കുറെ ആളുകൾ നമുക്ക് കാണാം. അവർക്ക് അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സമയം കൊണ്ട്, ചെവി കൊണ്ട്, കണ്ണുകൊണ്ട്, നാവ് കൊണ്ട് ഈ സത്യത്തെ കണ്ടെത്തേണ്ടതിന് പകരം അവർ ആരൊക്കെയോ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങിയത് കാരണത്താൽ വലിയ അപകടത്തിന്റെ ചളിക്കുണ്ടിലാണ് പല ആളുകളും ചെന്നുപെട്ടിട്ടുള്ളത്. പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിളിച്ചു തേടുന്ന ഒരു മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ആ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഹിജ്റ 470 ജനിച്ച് 561 മരണപ്പെടുമ്പോൾ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത് ബൃഹത് ഗ്രന്ഥങ്ങളാണ്.
ഒരു നല്ല ആദർശനിഷ്ഠയുള്ള ജീവിതമാണ്, ആദർശബോധമുള്ള മക്കളെയാണ് ലോകത്ത് എന്നെന്നും ഓർക്കുന്ന ഒരു മഹാപണ്ഡിത കേസരിയായിട്ടാണ് അദ്ദേഹം ലോകത്ത് അറിയപ്പെട്ടത്. അല്ലേ? അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച ഗ്രന്ഥമാണ് ഫത്ഹുർ റബ്ബാനി. മുഹിയുദ്ദീൻ ശൈഖിന് പ്രയാസങ്ങൾ വരുമ്പോൾ വിളിച്ചു തേടുന്നവർക്ക് ആ ഗ്രന്ഥം അറിയോ? ഫത്ഹുൽ ഗൈബ് അവർ കേട്ടിട്ടുണ്ടോ? അത് ശൈഖ് ജീലാനി എഴുതിയ ഗ്രന്ഥമാണ്. ഫത്ഹുർ റബ്ബാനി നിങ്ങൾക്കറിയോ? അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ വിളിച്ചോ എന്ന്? ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൃതിയിലൂടെയല്ലേ. എന്നാൽ സഹോദരങ്ങളെ, ആ മഹാനായ ശൈഖ് ജീലാനി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. അദ്ദേഹത്തിന് ജീലാനി എന്നൊരു പേരുണ്ട്. കാരണം അദ്ദേഹം ഇറാഖിലുള്ള ജീലാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജീലാനി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന് മുഹിയുദ്ദീൻ എന്ന് പേര് കൊടുത്ത നാട്ടുകാരാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ശക്തി കൊണ്ട് ദീനിനെ ജീവിപ്പിച്ചവൻ. ഈ മഹാനായ മനുഷ്യൻ ആദർശത്തിൽ തൗഹീദ് അടിയുറച്ച് ജീവിച്ചിട്ട് 466 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ഖാദി മുഹമ്മദ് എന്നാണ്. ആ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗ്രന്ഥം രചിച്ചു. അതിന്റെ പേരാണ് മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാലയിൽ ശൈഖ് ജീലാനിയെ കുറിച്ച് ഒട്ടനവധി കളവുകളാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ അന്ന് വിശുദ്ധ ഖുർആനിനേക്കാൾ ഭവ്യതയോടെ തലയിണയുടെ മുകളിൽ പച്ച പുതപ്പ് വിരിച്ച് ഉലുവാനും കുന്തിരിക്കവും പുകച്ച് ആത്മീയമായ നിർവൃതി ഉണ്ടാക്കിയിട്ട്, അല്ലെ, തലയിണയുടെ മുകളിലൊക്കെ വെച്ച് പാരായണം ചെയ്യുന്ന നമ്മുടെയൊക്കെ പരിസരത്തുള്ള പല പള്ളികളിൽ നിന്നും കേൾക്കുന്ന ആ മാലയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കെന്താണ് എന്താണെന്നറിയോ? എവിടുന്ന് വിളിച്ചാലും വായ കൂടുന്നതിനും ഉത്തരം തരും. ഞാൻ ആ വരി ചൊല്ലണ്ട, ഞങ്ങൾക്കൊക്കെ അറിയാം. എവിടുന്ന് വിളിച്ചാലും വായ കൂടുന്നതിനും ഉത്തരം തരും എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ഓഫർ ഖുർആനിൽ പോലും നൽകിയിട്ടില്ല. എല്ലാറ്റിനും കഴിയുന്ന ഈ മുഹിയുദ്ദീൻ ശൈഖിനെ ഒക്കെ സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബ് പറയണം വായ കൂടുന്നതിനും ഉത്തരം തരുന്ന അല്ലാഹു പോലും പറഞ്ഞിട്ടില്ല. അല്ലാഹ് എന്തേ പറഞ്ഞുള്ളൂ? നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാ പറഞ്ഞു കൊടുക്ക് നബിയെ. ഫഇന്നി ഖരീബ്, ഞാൻ ഓല അടുത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്ക് എന്നേ അല്ലാഹ് പറഞ്ഞുള്ളൂ. 3-4 രൂപത്തിലെ ഉത്തരം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നുകിൽ പ്രാർത്ഥിച്ചാൽ ഉടനടി കിട്ടും, അല്ലെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ തത്തുല്യമായ ഒരു തിന്മയെ അല്ലാഹു മായ്ച്ചു കളയും എന്നേ പറഞ്ഞുള്ളൂ. വായ കൂടനും ഉത്തരം തരുന്നു പറഞ്ഞില്ല. നീ പറയപ്പെട്ട മുഹിയുദ്ദീൻ മാലയെങ്ങാനും തെറ്റാതെ റൗണ്ട് ആരെങ്കിലും ചൊല്ലിയാലോ, മൊഴിയൊന്നും കളയാതെ പിണയാതെ ചെന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. മുഹിയുദ്ദീൻ മാല തെറ്റാതെ അബദ്ധങ്ങളൊന്നും പിണയാതെ ഒരാവർത്തി ആരാണോ വായിച്ചു തീർക്കുന്നത് അവർക്ക് സ്വർഗത്തിൽ പാലസ് ഉണ്ട്, അവർക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മുഹിയുദ്ദീൻ മാല 466 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മുഹിയുദ്ദീൻ ശൈഖിന് ശേഷം അടക്കം വന്നത്. സഹാബികൾക്ക് പരിചയമില്ലാതെ, ഹബീബായ നേതാവിന് പരിചയമില്ലാതെ പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയത്? സ്വർഗത്തിൽ ഇന്ന പദവി വേണം, ഇന്ന പദവി കിട്ടുമെന്ന് പഠിപ്പിക്കേണ്ടതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പരിചയമില്ലാത്ത ഈ സംഗതി എവിടുന്ന കിട്ടിയത് എന്ന് ചോദിക്കലൊരു മാന്യമായ ചോദ്യമല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കള്ള നാണയങ്ങളിൽ നിന്ന് സമയം കളയാതെ രക്ഷപ്പെട്ടുകൊള്ളുക എന്നാണ് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ നാട്ടിലുള്ള KV മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു അറിയപ്പെട്ട പണ്ഡിതനുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് വഹദത്തുമാല വ്യാഖ്യാനം. ആ വഹദത്തുമാല വ്യാഖ്യാനത്തിന്റെ 1-ാം വാല്യത്തിന്റെ 42-ാമത്തെ പേജിൽ പറയണ കേൾക്കണോ? എത്ര ഗൗരവമാണ് പറയണത്. എന്താ പറയണത്? ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും ശൈഖ് ജീലാനി ആകുന്ന ഞാൻ ഉടനടി നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. എവിടുന്ന് വിളിച്ചോ? എന്നിട്ട് ബാക്കി എന്താണെന്നറിയുമോ? ഇത് പറയാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം എഴുതി വെക്കുകയാണ്, ഗൗസുൽ അഅ്ലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളയാണ്, അള്ളയെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ അഅ്ലമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശൈഖ് ജീലാനിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യണതാരാ? അള്ളാഹ്. അള്ളാഹിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യണതാരാ? മുഹിയുദ്ദീൻ ശൈഖ്. മടക്കനമ ചവിട്ടിയ പോലെയാണ്.
ഇവിടെ ചവിട്ടി അവിടെ പൊന്തും, അവിടെ ചവിട്ടി അവിടെ പൊന്തും. ഈ ആദർശം ആരാ പഠിപ്പിച്ചത്? ഇത് എവിടുന്നാ കിട്ടിയത് കൂട്ടരെ? ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് വിളിച്ചാലും കേൾക്കുന്ന സമീ അല്ലയല്ലേ? എല്ലാ രംഗത്തു നിന്നും കാണുന്ന ബസീർ അല്ലയല്ലേ? അള്ളാഹുവിന്റെ ഈ സിഫത്ത് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും അള്ളാർക്കെങ്കിലും കൊടുക്കും. നിങ്ങൾ എന്താ ഈ പറയണത്? പറയുന്നിടത്തൊരു ലോജിക്ക് വേണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫത്തുകൾ, അവന്റെ കഴിവുകൾ ഒരു മൈക്രോ സെക്കൻഡെങ്കിലും അവന്റെ സിട്ടികൾക്ക് കൊടുക്കുവോ? ഇല്ല, അങ്ങനെ കൊടുത്തിട്ടില്ല. എവിടുന്ന് വിളിച്ചാലും കേൾക്കുക എന്നുള്ള കഴിവ് അള്ളാഹിന്റെതാണ്. എവിടുന്ന് നോക്കിയാലും കാണുക എന്നുള്ള കഴിവ് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ് സഹോദരങ്ങളെ. ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോ, അള്ളാഹിനെ മാത്രം വിളിക്കണേ, അള്ളാഹുവിനെ മാത്രം തേടണേ എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് ഹാലിളകിയിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ വഇദാ ദുകിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹുവിനെ മാത്രമായി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിനെ മാത്രമായി ഏകത്വമായി സംസാരിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് പരലോക വിശ്വാസമില്ലാത്ത ആളുകളില്ലയോ, അവരുടെ ഹൃദയങ്ങൾക്ക് അത് അസഹ്യത അനുഭവപ്പെടുകയാണ്. അല്ലാഹുവിന് പുറമെ മറ്റൊരു സിട്ടിയെ കൂടി പറഞ്ഞാലോ അവരുടെ ഹൃദയം അത് സന്തോഷത്താൽ ആനന്ദിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ മുജാഹിദുകളാണോ പെടുക? ഈ നാട്ടിലെ സമസ്തക്കാരാണോ പെടുക? അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ സഹായം തേടണം, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ തവക്കുൽ ചെയ്യണം എന്ന് പറയുന്നവർ ആളുകൾ ഇവിടുത്തെ ആരാ? നമ്മളെ മാത്രത്തെ ഇവർ എത്ര സ്ഥലത്ത് കളിയാക്കിയിട്ടുണ്ടെന്ന് നിങ്ങള്. നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മുസ്ലിയാരാണ്. അതെ, ഈ നാട്ടിൽ ഇപ്പോഴും മുഖാമുഖങ്ങളുമായി നടക്കുന്ന ഒരാളാണ് മാളിയേക്കൽ സുലൈമാൻ സഖാഫി. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കൂടെ ഒരിക്കൽ ബസ്സിൽ പോകുമ്പോ മതിലിൽ ഒരു പരസ്യം കണ്ടു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അയാള് പറയണതാണ്. എന്താ കണ്ട പരസ്യം? പ്രാർത്ഥന അള്ളയോട് മാത്രം. ഇത് കണ്ടപ്പോ ഉസ്താദും ഞാനും തമ്മിൽ ചില സംസാരങ്ങൾ നടത്തി. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥന അള്ളയോട് മാത്രം എന്ന് പറഞ്ഞാൽ അത് സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞ പിശാചിന്റെ ആദർശമാണ്. കണ്ടോ? അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ അസഹ്യത വന്നത് ആർക്കാ? പിശാചി അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നുണയാണ്. പിശാചിന്റെ മേലൊരു നുണ. പിശാചിന്റെ ഇന്റർനാഷണൽ കള്ളനാ, ഓന്റെ പേരിലൊരു നുണ. പിശാച് പറഞ്ഞത് ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്നല്ല. പഠിച്ചോ ഉസ്താദന്മാരെ, അറിയില്ലെങ്കിൽ പഠിച്ചോളി. എന്താ പറഞ്ഞതറിയോ? അതേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിന്റെ മുന്നിൽ തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ സുജൂദ് ചെയ്യില്ല എന്നാ പറഞ്ഞേ, അല്ലാതെ അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ എന്നല്ല. പിശാചിനെ അങ്ങോട്ട് മുവഹിദാക്കിയിട്ട് ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഇസ്ലാം എന്ന് അങ്ങോട്ട് പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടത്. തിരൂര് ഭാഗത്ത് ഒരു തൗഹീദിന്റെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടണം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് കല്ലും ചീഞ്ഞ മുട്ടങ്ങനെ വരുന്ന സ്റ്റേജ് വെക്ക്. എന്തേ പറഞ്ഞുള്ളൂ? അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. കാസർഗോഡ് ജില്ലയിലെ ഈ തൊട്ടടുത്ത പ്രദേശത്തല്ലേ കുറച്ച് യുവാക്കൾ ഹാലിളകി വന്നത്? എന്തിനായിരുന്നു മുജാഹിദുകൾ അവിടെ പോയത്? നിങ്ങൾ എല്ലാ സിട്ടികളെയും മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി എന്ന് പറയാനാണ്. പക്ഷെ അവിടെ എന്തുണ്ടായത്? പച്ചത്തെറിയല്ലേ വിളിച്ചത്. ആർക്കാണ് അള്ളാഹിനെ മാത്രം എന്ന് പറയുമ്പോ അസ്വസ്ഥത ഉണ്ടാകണേ? വിശുദ്ധ ഖുർആനിലെ ഈ വചനം 39-45 ആരെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്? അള്ളാഹിനെ മാത്രം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നവരാരാണ്? എത്ര വേദികൾ കലക്കിയിട്ടുണ്ട് കേരളത്തില്. കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ അയാൾ കാറോട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോ അയാൾ എന്നോട് പറയാം, ഉസ്താദെ ഞാൻ ആരാ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്റെ സുഹൃത്തല്ലേ, പക്ഷെ എനിക്കൊരു ജാഹിലിയത്ത് ഉണ്ട്. എന്താണ് ജാഹിലിയത്ത് അറിയോ? ഞാൻ പേരോടിന്റെ വലം കൈയായിരുന്നു. പേരോട് മുസ്ലിയാർ എല്ലാവർക്കും അറിയായിരിക്കും. പേരോട് മുസ്ലിയാരുടെ വലം കൈയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ എനിക്ക് എല്ലാമായിരുന്നു. എന്റെ ഭാര്യയെക്കാളും മക്കളെ അയാൾ പറഞ്ഞു വെക്ക. മാത്രമല്ല ഞാൻ അയാളുടെ ജീവിതം എന്റെ ജീവിതം അതുപോലെയായിരുന്നു ഒക്കെ അയാൾ ഇങ്ങനെ പറയാൻ.
പക്ഷെ അദ്ദേഹത്തിനെതിരെ പറയാൻ, ഞങ്ങൾ ആദർശത്തിനെതിരെ പറയാൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് സംസാരിച്ചു. അന്ന് അദ്ദേഹത്തിന് ഏറ് കിട്ടി. ആ ഏറ് കിട്ടിയ ഏറിൽ ആദ്യത്തെ ഏറ് ഞാനാണ്. അതും കെട്ട മുട്ട കൊണ്ടാണ് ഞാൻ എറിഞ്ഞത്. ആ ഏറ് എത്തേണ്ടടുത്ത് തന്നെ എത്തുകയും ചെയ്തു, കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുകയും ചെയ്തു. ആ മുട്ട ടീച്ചിങ് സ്റ്റാൻഡിൽ വന്ന് വീണപ്പോ ഉസ്താദേ, അവിടെ അന്ന് പ്രസംഗിച്ച പണ്ഡിതൻ, ഞാൻ ആ പണ്ഡിതന്റെ പേരൊന്നും പറയണില്ല, അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ഈ മുട്ട എറിഞ്ഞതാരാണോ പോലെ ശ്രദ്ധിക്കുക, മുട്ടക്കൊക്കെ വില കൂടുതലാണ്, ഇനി എറിയാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ എന്താണെന്നറിയോ? ഈ മുട്ട എറിഞ്ഞതാരാണോ ഓൽക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അദ്ദേഹം പറയണേ, അന്ന് അവിടെ പ്രസംഗിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആ പണ്ഡിതൻ ഇന്നും ഈ സംഘടനയിൽ ഉജ്ജ്വല പ്രഭാഷകനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സജീവ പ്രവർത്തകരാക്കി എന്നെ മാറ്റിയത്. അപ്പോ ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? അള്ളാനെ മാത്രം എന്ന് പറഞ്ഞാലേ ആർക്കും മനസ്സിൽ ചൊറച്ചിലുണ്ടാകണം. എന്തിനാ മുട്ട എറിഞ്ഞത്? എന്തിനാണ് ഞങ്ങളെ തല്ലിയത്? എന്തിനാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ നിങ്ങൾ തെറി വിളിച്ചത്? പറ. അള്ളാഹുവിനെ പുറമെ നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചോ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? അള്ളാഹുവിനെ പുറമെ മറ്റുള്ള മഹാന്മാരെ വിളിച്ചോ എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? അതല്ല അള്ളാഹ് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? നിങ്ങൾ പറ. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം എത്ര മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ചില ആൾക്കാർ പറയും, ആ തുടങ്ങി, ഞങ്ങളെ മുശ്രിക്കാക്കാൻ തുടങ്ങി എന്നാ പറയാ. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ നാട്ടിലുള്ള ആളുകളോട് ഞങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നു, ഞങ്ങളെ മനസ്സിൽ നിങ്ങളാരും മുശ്രിക്കാകരുതേ എന്നുള്ള അതിയായ ആഗ്രഹമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കും. എവിടുന്ന് നിങ്ങള് നാളെ പരലോകത്ത് നിങ്ങൾക്ക് വരുമ്പോ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ എവിടുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പണ്ഡിത വേഷധാരികൾ ഉണ്ടാവും. ഓല വാക്കും കേട്ട് ചിലപ്പോൾ ഞങ്ങളെ കല്ലെറിഞ്ഞിട്ടുണ്ടാവും, ഓല വാക്കും കേട്ട് ഞങ്ങളെ തെറി വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളെ കൽബറിയുന്ന ഹൃദയങ്ങളുടെ ചിന്താതരംഗങ്ങളെ കുറിച്ചറിയുന്ന, കണ്ണിന്റെ വഞ്ചനാ നോട്ടത്തെ കുറിച്ചറിയുന്ന ആ റബ്ബ് ഞങ്ങളെ കാണുന്നുണ്ട്, ആ റബ്ബ് ഞങ്ങൾ അറിയുന്നുണ്ട്. ആ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളോട് ഞങ്ങൾ മാത്രം ഒരു സംഘടന ഞങ്ങൾ ആ ലിസ്റ്റ് കൂട്ടൂല. അത് ഞങ്ങൾ വളരെ ആർജവത്തോടെ തന്നെ പറയും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയല്ലാതെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗത്തെ കാണിക്കാൻ നിങ്ങൾക്ക് എവിടെയും കഴിയില്ല. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ഈ വാക്ക് കേട്ട് ആരിതിനെ പരിഹസിച്ചാലും. ഞാൻ പറഞ്ഞെന്താ നിങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള മക്കാ മുശ്രിക്കുകളുടെ വിഷയത്തിലാണ് ആയത്ത് ഇറങ്ങിയതെങ്കിലും ചില ആൾക്കാർ പറയും, ഓൽക്കിറങ്ങിയ ആയത്ത് ഞങ്ങൾ നേരെ ഓതുന്നത്. പിന്നെ ഓല പണിയെടുത്ത പിന്നെ ഏതായത്ത ഓതേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നമുക്ക് വേറെ ഖുർആൻ വരണ്ട, ഷിയാക്കൾക്ക് വേറെ ഖുർആൻ വരണ്ട, മുസഫ് അലി, നമുക്ക് അങ്ങനത്തെ ഖുർആനൊന്നും വരല്ല. ഇനി ആര് ശിർക്ക് ചെയ്താലും ആ പണിയെടുത്താലും അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ ഹത്താ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഈ ഖുർആനിന്റെ വചനമോദി സമുദ്ധരിക്കാനേ ഞങ്ങൾക്കുള്ളൂ. അതിനെ സലഫുകളായ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ. അതുകൊണ്ട് നിങ്ങൾ വരൂ, ഈ തൗഹീദിന്റെ ആദർശത്തിലേക്ക്, ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. കാരണം ഇന്നും ജീവിച്ചിരിക്കുന്ന നിങ്ങളെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഫതാവ മുഹിയ്യസ്സുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ 2ാം വാല്യത്തിന്റെ 38 പറയുകയാണ്, മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്, പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്, പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്. ഇനി നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന വേറെയാണ് വഹാബികളെ, ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെയാണ് വഹാബികളെ എന്നൊക്കെ നിങ്ങൾ ഏത് ഡെഫിനിഷൻ വെച്ചതിന് ഏച്ചുകൂട്ടിയാലും സഹോദര, കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്ത് അഭൗതികമായി നിന്റെ തേട്ടങ്ങളെ കേൾക്കാൻ അറിയാൻ ലോകത്തിന്റെ രക്ഷിതാവിനല്ലാതെ ചിറ്റരിമീറ്റൽ അബൂബക്കർ മുസ്ലിയാർക്കോ മുഹിയുദ്ദീൻ ശൈഖിനോ ബദരീങ്ങൾക്കോ ഉള്ളാളം തങ്ങൾക്കോ തിരുവനന്തപുരം ജില്ലയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്ന ഭീമാ ഉമ്മിച്ചക്കോ ആർക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഖുർആനിൽ കാണാൻ പറ്റും. നമ്മളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പറയുന്നുണ്ട് അല്ലെ, ഒരു ഐഫോണും പിടിച്ചിട്ടാ വർത്താനം. എന്താ പറയുന്നത്? നിങ്ങള് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങൾ ആരും പറയാറില്ല, അത് മുജാഹിദുകൾ നമ്മുടെ പേരിൽ പറയുന്ന നുണയാണ്. ഇവിടെ ക്ലിപ്പ് കാണിക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു. പ്രാർത്ഥിക്കുക എന്നുള്ളത്
മുജാഹിദുകൾ പറഞ്ഞ നുണയാണ്. അപ്പൊ ഈ ഫത്താവ മുഹിയസുന്ന എഴുതിയ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ആ 2ാം വാള്യത്തിലെ അതേ 38ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞതോ, കാന്തപുരം ഉസ്താദിന്റെ മകനല്ലേ നമ്മുടെ അല്ലേ ഹക്കീം മുസ്ലിയാര്. ഹക്കീം മുസ്ലിയാര് പറഞ്ഞെന്താ, അതേ മുടിപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട ആ പള്ളിന്റെ ഉള്ളിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. നിങ്ങൾ അതിനെ എങ്ങനെ ഏച്ചൂട്ടിയാലും ജനങ്ങളോട് ഇനി കളവ് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ കുഞ്ചത്തൂരിന്റെ മണ്ണിലുള്ള പാവപ്പെട്ട സമസ്തക്കാരെ, മടങ്ങുക ദീനിലേക്ക്, മടങ്ങുക തൗഹീദിലേക്ക്. മരണം വന്നെത്തുന്നതിന്റെ മുന്നേ 42 കൊല്ലം ഹബീബിനെ ജീവനേക്കാൾ സ്നേഹിച്ച അബൂ താലിബിന്റെ നരകമാണ്. എന്തേ കാരണം? അഖീദ ശരിയായില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്, നീ വ്യഭിചരിച്ചവനാണോ ഒരുപക്ഷെ അല്ലാഹ് പുറത്തു തന്നേക്കാം. നീ മദ്യപിച്ചവനാണോ ഒരുപക്ഷെ അല്ലാഹ് പുറത്തു തന്നേക്കാം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒഴികെയുള്ള ഏത് പാപങ്ങളും അല്ലാഹ് ഉദ്ദേശിച്ചാൽ നിനക്ക് അല്ലാഹ് പുറത്തു തരും. പക്ഷെ അത് പുറത്തു തരൂല. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഇനി മാത്രമല്ല, ഇങ്ങനെ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചുള്ള ഓല വിശ്വാസത്തെ നമ്മൾ ഇങ്ങനെ അനാവരണം ചെയ്യുമ്പോ ചില ഉസ്താദന്മാര് മറുപടിക്ക് വരുമ്പോ പറയലെന്താ അറിയോ, അതിന് മുജാഹിദുകളെ ഇങ്ങക്ക് വല്ലതും തിരിഞ്ഞിക്കണ, മുജാഹിദുകളെ ഇങ്ങക്ക് വല്ലതും മനസ്സിലായിക്കണ. എന്തേ കാരണം? മക്കത്തെ അല്ലാഹു മക്കയിലെ മുശ്രിക്ക് വിശ്വസിച്ച അല്ലാഹ് വേറെയാ. അതൊക്കെ സാങ്കല്പിക റബ്ബാ. പഠിക്കണ്ടേ, കിതാബ് വായിക്കണ്ടേ, അൽമനാറും വായിച്ച് നടന്നാ മതിയോ? അതൊക്കെ ഡയലോഗ് ഒട്ടിക്കലേ. നമ്മൾ ചോദിക്കട്ടെ, എങ്ങനെ ഇപ്പൊ അല്ലാഹ് വേറെ അല്ലായത്? അതിന് ഒരു പറയുന്ന കാരണം എന്താ അറിയോ? അവർ പെൺമക്കളുള്ള അള്ളയിലാണ് വിശ്വസിച്ചത്. അവർ പെൺമക്കളുള്ള അള്ളയിലാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് അല്ലാഹ് അല്ലാതാകുമോ? അല്ലാഹ് അല്ലാതാകുമോ? അതുപോലെ തന്നെ അവർ ഇലാഹുകളെ സ്വീകരിച്ചു. ആ ഇലാഹുകളെ നിങ്ങൾ പറയുന്ന പോലത്തെ ഇലാഹു അല്ല. അവരുടെ ഇബാദത്തുകൾ അർപ്പിക്കാനുള്ള ഇലാഹ് അള്ളാഹിനെ പോലത്തെ ഇലാഹു അല്ല. അത് വേറെ വിഷയം. അത് ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹിനെ പോലത്തെ ഒരു ഇലാഹുണ്ട്, വേറെ ഇലാഹു കൂടി ഉണ്ടെന്ന് ലോകത്ത് വിശ്വസിച്ച ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല അള്ളാഹുവിന്റെ ഒരു വിഷയത്തിലും. അങ്ങനത്തെ ഇലാഹല്ല, അത് വേറെ വിഷയം. എന്നാ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. കാന്തപുരം അറിയാതെ അള്ളാഹ് ഒന്നും അറിയില്ല എന്ന് ഒരു പകരയിലുള്ള ഒരു മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയണ്ട, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കാന്തപുരം അറിയാതെ അള്ളാഹ് ഒന്നും അറിയില്ല എങ്കിൽ ഞാൻ ചോദിക്കുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട്, ആ അള്ളാഹ് ഏതാ? അള്ളാഹ് അറിയോ? നിങ്ങൾ അള്ളാഹിന്റെ മേലൊരു പെരും മണ പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് മാറുന്നുണ്ടോ? പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, CM മടവൂരിനെ ലോകം നിയന്ത്രണം ഏൽപ്പിച്ചത് അള്ളയാണ്. ആ അള്ളാഹ് ഏതാ? ചില ആളുകൾ പറയാറുണ്ട്, ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരാൻ റിഫായി മാലയിൽ കാണാം, റിഫായി ഷേഖ് വാശി പിടിച്ചു, ഞാൻ പോരൂല സമയിക്കണമെങ്കിൽ ഞാനിവിടെ പിടിച്ചിരിക്കുകയാണ് ഗർഭത്തിന്റെ ഉള്ളിലെ. അയാൾ ചോദിച്ചത് എന്താണ്? എനിക്ക് സ്വർഗം തരണം, എന്നാലേ ഞാൻ പോരുള്ളൂ. ആ അള്ളയാരാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വഷളത്തരം പറഞ്ഞ് അള്ളാഹുവിന്റെ സ്വർഗ നരകങ്ങളെ കൊച്ചാക്കിയ ഈ റിഫായി മാലയിൽ പറഞ്ഞ റബ്ബാരാൻ? റബ്ബ് മാറുന്നില്ലല്ലോ. അതേ ഉത്തരം തന്നെ മക്കാ മുശ്രിക്കുകളുടെ വിഷയത്തിലും പറയാനുള്ളൂ. ഒരാരെ വിളിച്ചിക്കണമെങ്കിലും, ഒരാരോട് തേടിയാലും, ഒരല്ലാഹുവിൽ എന്ത് വിശ്വാസത്തെ വെച്ച് കെട്ടിയാലും അല്ലാഹ് മാറിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ പറയല്ല. നിങ്ങൾ ഞങ്ങളെ ഖുർആൻ പരിഭാഷയും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വായിച്ചോ. ഏത് എന്നറിയുമോ? വിശുദ്ധ ഖുർആനിലെ സുന്ദരമായ ഒരു വചനം. അത് സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള സൂറത്തിൽ അങ്കബൂത്തിന്റെ 62-ലുണ്ട്, 65-ലുണ്ട്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? ഞാൻ ഈ ആയത്ത് നമ്പറും അധ്യായത്തിന്റെ നമ്പറും പറഞ്ഞെന്തിനറിയോ? മുജാഹിദുകൾ അംഗീകരിക്കുന്ന ഖുർആൻ പരിഭാഷകൾ നോക്കണ്ട. നിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ പരിഭാഷ എടുത്തിട്ട് വായിക്കേ. നാദാപുരത്തൊരു ഖണ്ഡനം നടക്കുമ്പോ പേരോട് മുസ്ലിയാർ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചതിൽ ബഹുഭൂരിഭാഗം അതായിരുന്നു. അവർ ഒരു സാങ്കല്പിക നാഥനിലാണ് വിശ്വസിച്ചത്. പച്ചക്കള്ളം. അള്ളാന്റെ ദീനിന്റെ പേരിൽ പറയാൻ പച്ചക്കള്ളം. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ അല്ലേ? ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കടലിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ അവരുടെ കപ്പൽ കാറ്റിലും കോളിലും പെട്ട് മറിയാൻ നിൽക്കുമ്പോ
അവർ അവരുടെ ആരാധ്യന്മാരെ ഒക്കെ വിട്ടിട്ട് അവർ അല്ലാഹുവിനെ വിളിച്ചിരുന്നു. അല്ല പറയുന്നെന്താ? അതും ഇഖ്ലാസോടെ എന്നെ വിളിച്ചു എന്നാ പറയണത്. അവരെ കരയിലേക്ക് അങ്ങ് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. സഹോദരങ്ങളെ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാങ്കല്പിക റബ്ബല്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഒരാൾ എപ്പോഴാ മുശ്രിക്കാവുക? ഞാൻ അവസാനിപ്പിക്കുക. ഒരാൾ എപ്പോഴാ മുശ്രിക്കാവുക? അല്ലാഹ് എന്ന് പറയുന്ന ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോ ആ ശക്തിയിൽ വിശ്വസിച്ചതോടൊപ്പമാണ് അവർ ലാത്തയോട് തേടിയത്, ഉസ്സയോട് തേടിയത്. അവരൊന്നും ചില്ലറക്കാരായിരുന്നില്ല, അവരൊക്കെ മഹാന്മാരായിരുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പിന്നെ ഖബറിൽ ആള് വേണമെന്നൊന്നുമില്ല. നമ്മളെ ആൾക്കാർക്ക് അഡ്രസ് ഒന്നും വേണമെന്നില്ല. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ മുനമ്പത്തെ ബീവിയെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് ഊരും പേരും അറിയാത്ത ബീവി. അങ്ങനത്തെ ഊരും പേരും അറിയാത്ത ആളല്ല ലാത്ത. ലാത്ത ഹാജിമാർക്ക് ചാരിറ്റി ചെയ്തിരുന്ന മനുഷ്യനാണ്. ഇബ്രാഹിം നബി ചില്ലറക്കാരനാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇസ്മായിൽ നബി ചില്ലറക്കാരനാണോ? അവരോടൊക്കെ തേടിയ അല്ലേ? പിന്നെ ചില ആളുകൾ പറയാറുണ്ട് അവർ ബിംബം വെച്ച് തേടി. അപ്പൊ ബിംബം വെക്കാതെ തേടിയാലോ? ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അവർ ബിംബം നാട്ടിവെച്ചുകൊണ്ടാണ് തേടിയതെങ്കിലും ആ കല്ലും മണ്ണും കേൾക്കുമെന്നല്ല അവർ വിശ്വസിച്ചത്. അതിന്റെ പിന്നിൽ അവർ വിശ്വസിക്കുന്ന ഒരു ആത്മാവുണ്ട്, ഒരു മഹാനുണ്ട്, അത് കേൾക്കുമെന്നാ വിശ്വസിച്ചത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പാവപ്പെട്ട ആളുകളെ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്തലേ. പിന്നെ പറയാറുള്ളത് മഹാന്മാരായ ആളുകൾക്ക് കറാമത്തില്ലേ, പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തില്ലേ. അതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചോദിക്കണമെങ്കിൽ ചുരുങ്ങിയത് അത് ഓല കഴിവാകണ്ടേ. അതോലെ കഴിവല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് സൂറത്ത് ത്വാഹയിലെ ഒരു വചനം. മൂസാ നബി തൂരി സീനാ പർവ്വതത്തിൽ വഖറബ്നാഹു നജിയ, അല്ലാഹു അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിച്ച് രഹസ്യ സംഭാഷണം നടത്തിയപ്പോ അല്ലാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വമാ തിൽക ബിയമീനിക യാ മൂസാ, നിന്റെ വലത് കയ്യിൽ എന്താണ് മൂസ? മൂസാ നബി പറഞ്ഞു, ഒറ്റുത്തരം പറഞ്ഞാൽ മതിയായിരുന്നു, നിന്റെ വടി. പക്ഷെ അവിടെ നിർത്തിയില്ല. ഇതെന്റെ വടിയാണ്, ഞാൻ നടക്കാൻ ഉപയോഗിക്കും, എന്റെ ആടുകൾക്ക് ഞാൻ ഇല തല്ലി താഴെ ഇട്ട് കൊടുക്കാൻ ഉപയോഗിക്കും, അല്ലേ? അതുപോലെ മറ്റു ചില ആവശ്യങ്ങൾ കൂടി അതുകൊണ്ടുണ്ട്. അതിനൊക്കെ തഫ്സീർ വിശാലമാണ്, അതൊന്നും പറയാൻ നമുക്ക് സമയമല്ല. ഇരിക്കട്ടെ എങ്കിൽ അല്ലാഹ് പറഞ്ഞു, ആ വടി ഒന്ന് താഴെയിട്. ആ വടി താഴെ ഇട്ടപ്പോ അത് പാമ്പായി. കേൾക്കാത്ത ആരും ഈ കൂട്ടത്തിലില്ലല്ലോ. പാമ്പായപ്പോ മൂസാ നബിയുടെ പ്രതികരണം എന്തായിരുന്നു? അല്ലാഹ് പറയുന്നു, വെച്ചൊരു ഓട്ടം വെച്ചു. എങ്ങനത്തെ ഓട്ടാരികള്? ആത്മാർത്ഥമായ ഓട്ടം. ആ ഓട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട്, എങ്ങോട്ട് നോക്കൂല. അങ്ങനത്തെ ഓട്ടാണ് ആരോടിയത്? മൂസാ നബി അലൈഹിസ്സലാം ഓടിയത്. അല്ലാഹ് പറഞ്ഞു, ഓടല്ലേ, നിങ്ങൾ പ്രവാചകനാണ്, പേടിക്കാൻ പാടില്ല, വാ ആ പാമ്പിനെ ഇങ്ങോട്ട് പിടിച്ചോന്ന് പറഞ്ഞു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കുഞ്ചത്തൂരുള്ള സലഫികളല്ലാത്ത സമസ്തക്കാരായ ആദർശക്കാരോട് ഞാൻ ചോദിക്കാൻ, ഈ മുഅ്ജിസത്ത് ഒരു പ്രവാചകന്റെ കഴിവാണെങ്കിൽ എന്തിനാ അദ്ദേഹം ഓടിയത്? പിന്നെ മഹാന്മാരെ കുറിച്ച് എന്താ പറയല്? ഒരു ഐബറിയുന്നവരാണ് യഥേഷ്ടം, അല്ലേ? ഈ വടി താഴെ ഇട്ടാൽ പാമ്പാകുമെന്ന് മഹാനായ മൂസാ നബിക്ക് അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം ഓടോ? അദ്ദേഹം അള്ളാഹുവിനോട് അടുത്ത് നിൽക്കാനും കൂടുതൽ സംസാരിക്കാനും പല വിഷയങ്ങൾ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾ അവിടുന്ന് ഓടുവോ? നിങ്ങൾ എന്താ ഈ പറയണത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനെ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ഊർജം ഇനി മുതൽ നിങ്ങൾ ചെലവഴിക്കുക. എനിക്ക് 9:30 വരെ സമയമുള്ളൂ എന്ന് സ്ലിപ്പ് കിട്ടി. 9:30 വരെ പെർമിഷനുള്ള നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചത് വിശ്വാസം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഹബീബായ പ്രവാചകൻ എന്തിനാണ് ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ തന്റെ കഴുത്തിലേക്ക് ഏറ്റുവാങ്ങിയത്? ഹബീബായ പ്രവാചകന്റെ സഹാബിയായ അമ്മാർ എന്തിനാണ് പ്രയാസങ്ങൾ അനുഭവിച്ചത്? എന്തിനാ സുമയ്യ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്? എന്തിനാണ് അതുപോലെയുള്ള മഹാരഥന്മാരായ സഹാബികൾ ബദറിന്റെ നേരത്തെ ഇവിടെ സിറാജിക സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഉഹദിന്റെ അതുപോലെ തന്നെ ബദറിന്റെ രണാങ്കണ ഭൂമിയിൽ ഷഹീദായവരെന്തിനാണ്? ഈ തൗഹീദിന്റെ പേരിലല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ പ്രവാചകൻ അവരോട് പറഞ്ഞതൊന്ന് മാത്രം, നിങ്ങൾ തേടുന്ന ലാത്തയെ, നിങ്ങൾ തേടുന്ന ഉസ്സയെ നിങ്ങളൊന്ന് കൈവടിയുക, അള്ളാഹുവിലേക്ക് കടന്നു വരിക. ബിലാൽ എന്ന് പറയുന്ന നമ്മുടെ നേതാവ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വലിയ പാറക്കല്ല് വെച്ചപ്പോ ബിലാലിനോട് പറഞ്ഞതൊന്ന് മാത്രമാണ്, വിളിക്കടോ ലാത്തയെ, വിളിക്കടോ ഉസ്സയെ, വിളിക്കടോ മനാത്തയെ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചില്ല, എന്ത് ഉമയ്യത്തിനോട്, ഉമയ്യത്തെ ഇലാഹാണെന്നുള്ള വിശ്വാസത്തിൽ വിളിക്കാനാണോ നീ പറയുന്നത്? സ്വയം കഴിവോടെ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത്?
അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കില്ല, നേരെ മറിച്ചുകൊണ്ട് അതില്ലാതെ ഞാൻ വിളിച്ചോളാം പറഞ്ഞു. കാരണം അങ്ങനത്തെ താരീഫ് ഓൽക്ക് അറിയില്ലായിരുന്നു. കാരണം എന്താ, അന്ന് നെല്ലിക്കുത്തില്ല, അന്ന് ആരില്ല, നെല്ലിക്കുത്ത് ഉസ്താദില്ല, പേരോട് ഉസ്താദില്ല. അതുകൊണ്ട് ഓൽക്ക് ഈ താരീഫ് ഒന്നും അറിയില്ലായിരുന്നു. ഓല് പറഞ്ഞെന്താ, ഒരു നിലക്കും ഒരു വിളിയുമില്ല അല്ലാ എന്നല്ലാതെ. കണ്ടോ, ഈ ആദർശമാണ് തൗഹീദ്. അത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമുക്ക് വെളിച്ചം വീശുന്ന ഒരു ആദർശമായി മാറണം. ആ ആദർശത്തിന്റെ പേരിലായിരുന്നു ത്വായിഫ് എന്ന് പറയുന്ന വിശാലമായ കൂർത്ത കല്ലുകളുള്ള ത്വായിഫിലേക്ക് പോയവർക്കറിയാം. കൂർത്ത കല്ലുകളുള്ള വലിയ മലമ്പാതകൾ താണ്ടിയിട്ട് ഹബീബായ പ്രവാചകൻ അവിടുത്തെ അല്ലെ അടിമയായ സെയ്ദിന്റെ കൂടെ കാൽനടയാത്രയായി പോയത് ഈ മക്കയിൽ ജീവിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ്. ഉമ്മയുടെ അകന്ന ബന്ധുക്കാരായ സഖീഫുകാരിൽ നിന്ന് ഒരു കുളിർക്കാറ്റായി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അവിടെ നിന്നും സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഏറ് കിട്ടി, മനസ്സിൽ മുറിയായി. ശരീരത്തിൽ മുറിയായതിനേക്കാൾ വലിയ മുറി മനസ്സിലായി. ആ നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ തിരിച്ചു വരാനുള്ളത് ആ തിരിച്ചുപോയ മക്കയിലേക്ക് തന്നെയാണ്. മക്കയിലേക്ക് തിരിച്ചു വരാതെ സൗർ ഗുഹയുടെ മുകളിലേക്ക് സെയ്ദിനെയും കൂട്ടിക്കയറി. അതിന്റെ മുകളിൽ സെയ്ദിനോടൊരു മുഷാവറ കൂടി. സെയ്ദേ മോനെ, നീ ചെല്ലടാ, അവിടെ ആരാണ് എനിക്ക് അഭയം തരിക എന്ന് നീ ചോദിക്കടാ. ഒരു ശത്രു അഭയം കൊടുത്തു. ഹബീബായ പ്രവാചകൻ വീണ്ടും ശത്രുക്കളുടെ നടുവിൽ തന്റെ പിതൃവന്റെ മരണത്തോടെ, തന്റെ ഭാര്യയായ ഖദീജയുടെ മരണത്തോടെ തീർത്തും ഒറ്റക്കായി പോയി. അവിടുന്നും പീഡനം സഹിക്കാതെ മദീനയിലേക്ക് പോയി. ആ ഹബീബായ പ്രവാചകന്റെ പ്രഖ്യാപനമായിരുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ഒരാളോടും തേടുകയില്ല, അവരിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അതേ വിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാനം വചനങ്ങളിൽ എവിടെയും അല്ലാത്തവരോടുള്ള ഒരു അരത്തേട്ടം പോലും കാണില്ല. ആ നൂറുകണക്കിന് ദുആകളിൽ രാവിലെ ഒരു മുഅ്മിൻ എണീക്കുമ്പോ അൽഹംദുലില്ലാ എന്നാ പറയുന്നത്. അഹ്യാനാ ബഅദമാ അമാതനാ, അത് ചൊല്ലുന്നത് മുതൽ എത്ര പ്രാർത്ഥനകളുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങുമ്പോ അവസാനമായിട്ട് നമ്മൾ ചൊല്ലുന്ന ദിക്ർ എന്താണ്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഹ്തു ളഹ്രി ഇലൈക് റഗ്ബതൻ വറഹബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഇതും പറഞ്ഞിട്ട് അല്ലാഹുവോട് തേടിയിട്ടാ കിടക്കുന്നത്. ഇതിലെവിടെയാ കൂട്ടരെ മറ്റുള്ള മഹാന്മാരുള്ള തേട്ടം? ഇതല്ലേ നമ്മുടെ പ്രമാണം? ഇതായിരിക്കണ്ടേ നമ്മുടെ ആദർശം? അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന മുജാഹിദുകളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ അദ്കാറുകൾ അധികരിപ്പിക്കുക, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത പാലിക്കുക, സ്വകാര്യതയും പരസ്യ ജീവിതവും ഒരുപോലെയാവുക. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുക, അവളെ നിങ്ങൾ ആദരിക്കുക. ഭാര്യമാരോട് പറയാനുള്ളത്, ഭർത്താക്കന്മാർ നിങ്ങളുടെ സ്വർഗമാണ്, അവരെ നിങ്ങൾ സ്നേഹിക്കുക. അവരുടെ അവകാശങ്ങൾ നിങ്ങൾ അവർക്ക് വകവെച്ചു കൊടുത്ത്, നിങ്ങളുടെ ഭർത്താവാണെന്നുള്ള സ്ഥാനം വകവെച്ചു കൊടുത്ത്, നിങ്ങളുടെ മക്കളുടെ പിതാവാണെന്നുള്ള സ്ഥാനം വകവെച്ചു കൊടുത്ത് അവരെ സ്നേഹിക്കുക. മക്കൾക്ക് മാതൃകയായ മാതാപിതാക്കളായി ജീവിക്കുക, മക്കൾക്ക് മാതൃകയായ മാതാപിതാക്കളായി ജീവിക്കുക. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ സഹോദരങ്ങളെ? നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ആരും നമ്മെ സഹായിക്കാനുണ്ടാകില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ ഉപകാരപ്പെടാത്ത ലോകമാണ് ആ പരലോകം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട മനസ്സുമായി അള്ളയെ കണ്ടുമുട്ടിയവരാരാണോ അവർ മാത്രമാണ് അവിടെ വിജയികളെന്ന് അള്ള പറയുമ്പോ അമലുകളുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക. നമ്മുടെ മക്കളുടെ വിഷയം ഭീതിജനകമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കണോ നിങ്ങൾക്ക്? ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയാണ്, അതേ സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്തത് 9 വയസ്സുകാരനാണ്. എന്താണ് ആ കുട്ടിയുടെ പ്രായമെന്ന് ആലോചിച്ചു നോക്കൂ. ഓടി നടക്കേണ്ട പ്രായമല്ലേ, കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ, ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ട പ്രായമല്ലല്ലോ. പക്ഷെ ആ കുട്ടിക്കുണ്ടായ ഒരു വേദന കാരണം ആ കുട്ടി ഇന്ന് ഖബറിലാണ്.
അങ്ങനെ എത്രയെത്ര മക്കളാണ് അവിവേകം കാണിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. തൃശൂർ ജില്ലയിലെ ഒരു പിതാവാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, മക്കളെ കൊണ്ട് ഗെയിം കളിപ്പിക്കല്ലേ പിതാക്കളെ, മാതാക്കളെ, എന്റെ മകൻ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, ലഹരിക്കടിമപ്പെടുന്നവർ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ചാടിപ്പോക്കുകൾ ഒരു ഭാഗത്ത്, പ്രേമക്കേസുകൾ ഒരു ഭാഗത്ത്, അധർമ്മങ്ങൾ വല്ലാതെ കൂത്തരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് സുബ്ഹാനല്ലാഹ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു കാര്യമാണ്, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. അതെ, നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണേ, കുഴപ്പങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. അതെ, ആ കുഴപ്പങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അല്ലാഹ് ഇറക്കുന്ന ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ മുഖേന നശിപ്പിക്കപ്പെടുന്നത് ആ തെറ്റ് ചെയ്തവരെ മാത്രമല്ല, നിങ്ങളെ ഒന്നടങ്കമായിരിക്കുമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബസമേതം ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ ഈ കുഞ്ചത്തൂരിന്റെ മണ്ണിൽ QHL സംവിധാനമുണ്ട്. പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഖുർആൻ ക്ലാസ്സുകളുണ്ട്. ലേഡീസിന് മാത്രം പഠിക്കാനുള്ള ഖുർആൻ സംവിധാനങ്ങൾ മറ്റു ഭാഗങ്ങളിലുണ്ട്. എന്തിനാണെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതിയാണ് ഖുർആൻ, നമ്മുടെ ജീവിതത്തിന്റെ സിലബസാണ് ഖുർആൻ, നമ്മുടെ ജീവിതത്തിന്റെ ചൂണ്ടുപലകയാണ് ഖുർആൻ. ആ ഖുർആനുമായി ബന്ധമില്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. ഉമറിനെ മാറ്റിയ മഹാവേദഗ്രന്ഥമല്ലയോ അത്? കള്ളില്ലാതെ, പെണ്ണില്ലാതെ, യുദ്ധമില്ലാതെ എന്ത് ജീവിതമെന്ന് പറഞ്ഞ ജീവിതത്തിന്റെ പദ്ധതിയായി സ്വീകരിച്ച ജാഹിലിയ അറബികളെ സംസ്കാരത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് കൊണ്ടുപോയ മഹാവേദഗ്രന്ഥമല്ലയോ ആ ഖുർആൻ? ആ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? അതിന്റെ തീരത്ത് ചെന്ന് നിൽക്കാറുണ്ടോ? അത് ചെന്ന് പഠിക്കാറുണ്ടോ? 7 ദിവസത്തിൽ ഒരാഴ്ചയിൽ 168 മണിക്കൂറുകളുണ്ട്. ആ 168 മണിക്കൂറിൽ 1 മണിക്കൂർ നിന്റെ ഭാര്യയെ കൂട്ടി, നിന്റെ ഭർത്താവിനെ കൂട്ടി, നിന്റെ മക്കളെ കൂട്ടി, മാതാപിതാക്കളെ കൂട്ടി വാഹനമെടുത്തുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന സദസ്സിലേക്കൊന്ന് പോയിക്കൂടെ? നിനക്കല്ലയോ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത്? നാളെ ഹബീബായ പ്രവാചകന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ റബ്ബേ, എന്റെ സമുദായം ഈ ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു റബ്ബേ. ഖുർആൻ എന്റെ ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞവരല്ല അതിൽ പെടുക. ഖുർആൻ ഓതാത്തവർ ആ ലിസ്റ്റിൽ പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിന്റെ ആശയം പഠിക്കാത്തവർ അതിൽ പെടുമെന്ന് പറഞ്ഞു. അത് കേൾക്കാത്തവർ അതിൽ പെടുമെന്ന് പറഞ്ഞു. ഖുർആൻ മനസ്സിന്റെ റൂഹാണെന്ന് പറഞ്ഞില്ലയോ? അതിനെ സ്വീകരിക്കാത്തവർ അതിൽപ്പെടും. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്ന ആ മഹാവേദ ഗ്രന്ഥത്തെ പഠിക്കാനുള്ള സംവിധാനം ഈ ആദർശ സംഘടനയുടെ കൂട്ടത്തിലുണ്ട്, കൂട്ടായ്മയിലുണ്ട്. പീസ് റേഡിയോ ഞാൻ ഈ എല്ലാ സദസ്സിലും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു വിശാലമായി സുദീർഘമായി യാത്ര ചെയ്യുന്ന ഒരു പാവപ്പെട്ട ലോറിക്കാരൻ, അദ്ദേഹം ലോഡ് കൊണ്ട് പോകുന്നയാളാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായി ഒരു ഖുർആൻ ക്ലാസ് പോലും ഞാൻ കേൾക്കാത്തവനാണ്. പക്ഷേ പീസ് റേഡിയോ വന്നതിന് ശേഷം എൻ്റെ വണ്ടിയിൽ സ്ഥിരമായി ഞാൻ ഖുർആൻ ക്ലാസ് കേൾക്കുന്നുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, എന്തെല്ലാം സംവിധാനങ്ങളാണ്. സഹോദരിമാരെ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആ പച്ച കളറുള്ള ആപ്പ് ഒന്ന് കയറ്റി വെക്കണം. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വരെ ദീനും ദുനിയാവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മഹാസംവിധാനമാണത്. അതിന്റെ പ്രധാനപ്പെട്ട ഓഫീസ് എൻ്റെ നാട്ടിലാണ്. പോകാറുണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടി. ഇടക്കൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ പോവാറുണ്ട്. എന്തെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ സംവിധാനങ്ങളാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. എത്രയെത്ര ദാഇമാരാണ് സമയമുണ്ടാക്കി അവിടെ വരുന്നത്. എത്ര സമയമാണ് ആ വിഷയത്തിന്റെ പിന്നിൽ അവർ പണിയെടുക്കുന്നത്. എത്ര പേരാണത് എഡിറ്റ് ചെയ്ത് എയറിലേക്ക് വിടുന്നത്. എന്നിട്ട് വിളമ്പി തന്നിട്ട് കേൾക്കാനുള്ള മനസ്സ് പോലും ഇല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ഈമാനുള്ളത്? ഇനി നിങ്ങളുടെ മക്കളെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാണോ? ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, ഉസ്താദേ പറഞ്ഞിട്ടെന്താ കാര്യം, ഞങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ലേ, കാലം മാറിയില്ലേ. അങ്ങനെ പറയുന്ന ഉപ്പ, അങ്ങനെ പറയുന്ന ഉമ്മ, നിങ്ങളുടെ മക്കളെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ പറയല്ലേ.
നിങ്ങളെ മക്കളെ ഞങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കോ. നിങ്ങളെ മക്കൾ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള നിങ്ങളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, 8ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന CRE സംവിധാനം നമ്മുടെ ഈ കുഞ്ചത്തൂരിന്റെ മണ്ണിലുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മണിക്കാണ് നമ്മുടെ ആ ക്ലാസ് നടക്കാറുള്ളത്. എത്രയോ ആളുകൾ ഇന്നത്തെ മക്കളുടെ ഇടയിലുള്ള അരാജകത്വങ്ങളാകുന്ന പുതിയ വിഷയങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെടുപ്പിച്ച് എത്രയോ വലിയ പണ്ഡിതന്മാർ ചേർന്നിരുന്ന് സിലബസ് ഉണ്ടാക്കി, വിഷയമുണ്ടാക്കി ഫാക്കൽറ്റിമാരുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അതേ ക്ലാസ് എടുക്കുന്നവർ മണിക്കൂറുകളോളം അതിരുന്ന് പഠിക്കുകയാണ്. എന്നിട്ട് മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. കേൾക്കണോ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം? ഒരു പിതാവ് പറയുകയാണ്, എൻ്റെ മക്കൾ +2-ലാണ്, എൻ്റെ മകൾ +2-ലാണ്. ഞങ്ങൾ അറിയാതെ വർഷങ്ങളായി അവളുടെ പ്രണയത്തിലാണ്, അതും ഒരു അന്യ മതത്തിലെ ചെക്കനോട്. പക്ഷെ CRE കഴിഞ്ഞു വന്നിട്ട് അവൾ ഞങ്ങളോട് പറഞ്ഞു, ഉപ്പാ ഞാൻ നിങ്ങളെയെല്ലാം വഞ്ചിക്കുകയായിരുന്നു, നിങ്ങളോടൊന്നും പറയാത്ത വലിയ തെറ്റിലായിരുന്നു ഞാനൊരു ചെക്കനുമായി പ്രണയത്തിലാണ്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഞാൻ കേട്ടു, മരണമുണ്ട് എന്ന് കേട്ടു, ഖബറുണ്ടെന്ന് കേട്ടു, വിചാരണയുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്കില്ല ഉപ്പ എന്ന് ഉപ്പയറിയാത്ത തെറ്റുകൾ കണ്ടുപിടിച്ചു കൊടുത്തു ഈ സംഘടനയുടെ ആളുകൾ. അത് ഞങ്ങൾ വീമ്പ് പറയുകയല്ല, അത് ദീനിന്റെ പവറാണ്. പരലോകം മനസ്സിൽ കയറിയാല് മക്കള് മാറും. ഉമ്മ പേടി വേണ്ട, മക്കളുടെ വിഷയത്തില് ദീന് കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? ആ മക്കളുടെ വിഷയത്തിൽ ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും തസ്കിയ ക്ലാസുകൾ തന്നെ രാവിലെ 11 മുതൽ 12 വരെ നമ്മുടെ ഈ മേഖലയിൽ ഈ കുഞ്ചത്തൂരിന്റെ മണ്ണിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണലായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്രൊഫഷണൽ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈജ്ഞാനിക സംരംഭങ്ങളുണ്ട്, ദീനീ പഠനങ്ങളുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണെന്നറിയുമോ? നമ്മുടെ പരലോകത്തിന് വേണ്ടിയാണ്. കാരണം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോകുമ്പോ നേരത്തെ പറഞ്ഞ വാക്കില്ലയോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ വാ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക്, അല്ലാഹുവിന്റെ അടിമകളിലേക്ക്, വിശാലമായ സ്വർഗത്തിലേക്ക്. വറഫിന്റെ മണ്ണുള്ള സ്വർഗമല്ലയോ അത്? മരണമില്ലാത്ത സ്വർഗമല്ലയോ അത്? അതുപോലെ തന്നെ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനം സമാധാനം എന്ന് മാത്രം കേൾക്കുന്ന സ്വർഗം, അതേ കുറ്റപ്പെടുത്തലുകളില്ലാത്ത സ്വർഗം, അല്ലലുകളില്ലാത്ത സ്വർഗം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞില്ലേ, വലതുകാല് വെച്ച് സ്വർഗത്തിലേക്ക് കയറിയാൽ അന്ന് മുതൽ മാത്രമാണ് പൂർണ്ണ സംതൃപ്തി ലഭ്യമാകുന്നത്. ആ റിസൾട്ട് ദുനിയാവിൽ നിന്ന് മരിക്കുമ്പോൾ കിട്ടും. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിന്നെ കുളിപ്പിച്ച് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നിന്നെ മറ്റുള്ളവരുടെ ഷോൾഡറിലേറ്റിയിട്ട് ഈ കുഞ്ചത്തൂരിന്റെ മണ്ണിൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച കബറിടമുണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി കിടത്തുമ്പോ നീ പറയുന്ന വാക്കാണെന്ത്? ഖദ്ദിമോനി ഖദ്ദിമോനി. അള്ളാഹു നമ്മെ അത് പറയുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ എന്നാണ്. തഴവയുടെ വരികൾ ശ്രദ്ധേയമല്ലയോ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരേണ്ടതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണ് അതുകൊണ്ട്. അഴുകുന്നതാണ് 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. നീ നിന്റെ ശരീരം അന്യപുരുഷന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചാലും, നീ ഔറത്ത് മറക്കാതെ നടന്നാലും, തട്ടം പൂർണ്ണമായി ധരിക്കാതെ ഇറങ്ങിയാലും,
ഈ ലിപ്സ്റ്റിക് തേച്ചിറങ്ങുന്ന ചുണ്ടുകളുണ്ടല്ലോ, നീ മിനുക്കുന്ന നിന്റെ കവിളുകളുണ്ടല്ലോ, നാളെ പുഴുക്കൾക്കുള്ള അതേ ഭക്ഷണമാണ്, ചിതലുകൾക്കുള്ള ഭക്ഷണമാണ്, വണ്ടുകൾ കാർന്നു തിന്നാനുള്ള ശരീരമാണ്. അതുകൊണ്ട് ഉമ്മ പൊന്നുമോളെ, നീ ശരീരം അല്ല പറഞ്ഞതുപോലെ മറച്ചോ. നിന്നെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. നീ ലോകം തിരിയാത്തവളാണെന്ന് അത് ലിബറൽ വാദികൾ പറഞ്ഞേക്കാം. നിന്നെ പർദ്ദക്കുള്ളിൽ അടിച്ചമർത്തിയപ്പെട്ടവളാണെന്ന് പറഞ്ഞേക്കാം. അതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല. റബ്ബിന്റെ തൃപ്തിയാണ്, റിളയാണ് നമുക്ക് വലുത്. അതിനു വേണ്ടി പണിയെടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദഅവത്തിന്റെ മഹാസാഗരത്തിലെ ഒരു തുള്ളിയായി നിങ്ങളും മാറുക. എന്തേ കാരണമെന്നറിയുമോ? നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആളെ കിട്ടും. അത് 40 അല്ല, 400 അല്ല, 4000 പേരല്ല, അതിലധികം നിങ്ങൾക്ക് കിട്ടും. അതാണ് കൂട്ടായ്മയിൽ നിന്നാലുള്ള ഗുണം. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനായ ഫഹ്മിക്ക വിട പറഞ്ഞിട്ട് 5 കൊല്ലമായി. 35 വയസ്സുകാരനാണ്. അദ്ദേഹം ജർമ്മൻ സോഫ്റ്റ്വെയർ കമ്പനിയുടെ മേലുദ്യോഗസ്ഥനാണ്. ഒരു പക്ഷേ ഈ സംസാരം അദ്ദേഹത്തിന്റെ കുടുംബം കേട്ടേക്കാം. അവരെ വേദനിപ്പിക്കാനല്ല ഞാനിത് പറയുന്നത്. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരു വലിയ മാതൃകയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രോഫ്കോൺ കാസർഗോഡിന്റെ മണ്ണിൽ നടന്ന പ്രോഫ്കോണാണ്. ഫാക്കൽറ്റിമാരെ ചെന്ന് ക്ഷണിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ഞങ്ങളോടൊക്കെ ഈ രംഗത്ത് സജീവമാകാൻ ഇടക്കിടക്ക് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിന്റെ മണ്ണിലേക്ക് 90 കിലോമീറ്റർ ദൂരമുണ്ട്. അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും രാത്രിയാണ് നാട്ടിൽ വരാറുള്ളത്. പക്ഷേ ഒരു വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു കുടുംബ സംഗമം നടക്കുന്നു. ഈ ഉള്ളവനാണ് സംസാരിക്കാൻ പോയത്. ഫഹ്മിക്കയുണ്ട് ഫസ്റ്റ് സ്റ്റെഫില്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഫഹ്മിക്ക ഇന്നല്ലോ വരേണ്ടത്, നാളെ രാത്രിയല്ലേ വരാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, അതെ, ഈ കുടുംബ സംഗമത്തിന്റെ സ്ക്വാഡ് വർക്കിന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും കുഞ്ചത്തൂരിന്റെ മണ്ണിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ നിനക്കുണ്ടായിട്ടുണ്ടോ? ഫഹ്മിക്ക പോയി കിടക്കുന്ന ഖബറിലല്ലയോ നമുക്കും കിടക്കാനുള്ളത്? അതല്ല അത്ഭുതം കേട്ടോ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, വാ. അദ്ദേഹം പറയുകയാണ്, അടുത്ത ആഴ്ച നമ്മുടെ ഹുസൈൻ സലഫിയുടെ പരിപാടിയല്ലേ നമ്മുടെ ടൗണില്, അതിന്റെ ഒരു ഫ്ലെക്സ് കെട്ടാനുണ്ട്, ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്റെ ഫഹ്മിക്കയെ ഞാൻ കണ്ടിട്ടില്ല. ഞായറാഴ്ച ഞങ്ങളുടെ ഫോണിലേക്ക് അർദ്ധരാത്രി മെസ്സേജ് വന്നു, ഫഹ്മി ഫറാസും കുടുംബവും സഞ്ചരിച്ച കാറ് ഒരു 14 വീലുള്ള ലോറിയിലിടിച്ച് അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള കുട്ടിയും മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്പിലുണ്ട്. ഭാര്യ വെന്റിലേറ്ററിലായി 2 ദിവസം. മയ്യത്ത് നിസ്കാരം ചിറക്കൽപടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നടക്കുമ്പോ ഞങ്ങളൊക്കെ മയ്യത്ത് നിസ്കരിച്ചവരാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ ഉമർ മാഷ് ഇമാമ നിൽക്കുമ്പോ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ മകൻ ഫഹ്മി ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള മകന്റെ കൂടെ ഖബറിൽ കിടക്കാൻ പറ്റിയല്ലോ. അതേ സഹോദരങ്ങളെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഭാര്യയോട് എന്താണ് ബോധം തെളിഞ്ഞാൽ പറയുക? ഭർത്താവ് മരിച്ചു എന്നോ? ജീവിച്ച് കൊതിതീരാത്ത യുവമിഥുനങ്ങളല്ലയോ അവർ? അതിനേക്കാൾ അത്ഭുതം, അവർ 2 നിലയുള്ളൊരു വീട് കയറ്റിയിട്ടുണ്ട്. അതിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഞായറാഴ്ച. ഫഹ്മിക്ക് അതിൽ കിടക്കാനുണ്ടായിട്ടില്ല കേട്ടോ. മണ്ണിലാണ് ചെന്ന് കിടന്നത്. ആലോചിച്ചോ യുവാവേ, ആലോചിച്ചോ എന്റെ പൊന്നു സഹോദരിമാരെ. 4 മുമ്പിൽ കൊഞ്ചിക്കുഴയുമ്പോ ഒരു പക്ഷേ നിന്റെ കൂടെ യോയോ പറയാൻ നിന്റെ ബ്രോ സഹോദരങ്ങൾ ഉണ്ടാകാം. പക്ഷേ നാളെ മരിച്ചു പോയാല് നിന്റെ അമലുകൾ മാത്രമേ നിന്റെ കൂടെ ഉണ്ടാകൂ. ബോധം തെളിഞ്ഞപ്പോ ഭാര്യ ഇങ്ങോട്ട് പറഞ്ഞു, ഫഹ്മിക്ക മരിച്ചുവല്ലേ? കാരണം ആ ഇടിയിൽ ഒരു സെക്കൻഡിൽ അവർക്കതൊരു ഓർമ്മയുണ്ട്. പക്ഷേ മകൻ മരിച്ചതറിഞ്ഞില്ല. ഭാര്യ ചോദിച്ചതൊന്ന് മാത്രമാണ്, ഫഹ്മിക്കയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടായിരുന്നു. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഈ ആദർശ സംഘടനയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു പക്ഷെ സംഘടനയുടെ നേതാവായില്ലെങ്കിലും, നിങ്ങളൊരു പക്ഷെ അറിയപ്പെട്ട ഒരു പ്രഭാഷകനല്ലെങ്കിലും, നിങ്ങൾ ആരുമായില്ലെങ്കിലും, നീ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാണെങ്കിലും, നിന്നെ 4 ആൾ അറിയുന്നവനാണോ? നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആള് വരും. അതാണ് ഭാര്യ ചോദിച്ചത്, മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടായിരുന്നോ എന്ന്. അൽഹംദുലില്ലാഹ്, മദ്രസയുടെ മുറ്റം നിറഞ്ഞു കവിഞ്ഞിരുന്നു. എന്തേ കാരണം? അദ്ദേഹം ഒരു ആലിമല്ല, ഒരു കിതാബ് വായിക്കാൻ അറിയുന്ന ആളല്ല. ഈ ആദർശത്തിന്റെ മലവെള്ളത്തിൽ ഒരു തുള്ളിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ജോലിക്ക് പറയുകയാണ്,
ഫഹ്മിക്ക് ഞങ്ങളോട് പറയാറുണ്ട്, വൈകി വീട്ടിലേക്ക് വരുമ്പോ, മീറ്റിംഗ് കഴിഞ്ഞെത്തുമ്പോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇടങ്ങേറാകുന്നതെന്ന് ചോദിക്കുമ്പോ ഞങ്ങളോട് പറയാറുണ്ട്, മയ്യത്ത് നിസ്കരിക്കാൻ ആളെ കിട്ടും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു ദിനം നമുക്കും വരാനില്ലയോ? അതുകൊണ്ട് സഹോദരാ, ആലോചിച്ചോ, സമയം മുമ്പിൽ കൂടുതലില്ല. ധാരാളം അല്ലാഹുവിലേക്ക് മടങ്ങുക. നിസ്കാരത്തെ ഖളാ ആക്കണ്ട, നിസ്കാരത്തെ അലസമായി കളയണ്ട. സുബഹി ജമാഅത്തുകൾ പുരുഷന്മാരെ മുടക്കണ്ട. തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയ സമയമാണ്. രാവിലെ എത്രയോ വൈകിട്ടാണ് സുബഹി ജമാഅത്തുകൾ നടക്കുന്നത്. തഹജ്ജുദ് നിനക്ക് കിട്ടുന്ന സമയമാണ്. ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ പറ്റിയ സമയമാണ്. നിന്റെ സാമ്പത്തിക ഭാരങ്ങൾ പറയാൻ പറ്റിയ സമയമാണ്. നിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളും റബ്ബൊറ്റക്കുള്ള സമയത്ത് പറയാൻ പറ്റിയ നേരമാണ്. ഇതൊക്കെ നമ്മളെ മിമ്പർമെന്ന് കേൾക്കുന്ന കാര്യങ്ങളല്ലേ? അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. ഈ കൂട്ടായ്മയുടെ കൂടെ നിങ്ങളാൽ കഴിയുന്ന സഹകരണങ്ങൾ ഉണ്ടാവുക. ദീനീപരമായ ആദർശ കുടുംബമായി ജീവിക്കുക. ഹറാമുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സ്വന്തം ജീവിതം അത് ഞാൻ ശുദ്ധനാണ്, ഖബറിൽ ഞാൻ വിജയിക്കാൻ അതെ പ്രാപ്തനാണ് എന്ന് മനസ്സിനെ കൊണ്ട് പറയിപ്പിക്കും വിധം ജീവിതത്തെ വിമലീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാസർഗോഡിന്റെ മണ്ണിലുള്ള അഫ്രാസ് എന്ന് പറയുന്ന സഹോദരന്റെ ഉപ്പയെ കഴിഞ്ഞ പൈവേളികയുടെ പരിപാടി ദിവസം ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയാണ്. കാരണം ആ മകനെ ആദർശത്തിന്റെ കൂട്ടായ്മയുടെ കൂടെയായിരുന്നു അദ്ദേഹം വളർത്തിയത്. ആ സഹോദരൻ ഇന്ന് ഖബറിലാണ്. മരിക്കാൻ സമയമായിട്ടില്ല അല്ലേ? പക്ഷെ അവൻ മരിക്കുന്നതിന്റെ ശനിയാഴ്ച രാത്രി ദിവസം ഞായറാഴ്ചക്കത്തെ സിആർഇക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടുത്തെ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി അവൻ പണിയെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, കേരളത്തിന്റെ ടീൻ സ്പേസിന്റെ വേദികളിൽ ആ കുട്ടിയുടെ ഫ്രാസിന്റെ മുഖം വലിയ സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഈ സദസ്സിലും ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ആ കൊച്ചുമകന്റെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മകനെയും ആ കുടുംബത്തെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ, നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സമയത്തിന്റെ കുറവ് മൂലം ഞാൻ ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. എന്റെ സംസാരത്തിൽ അപക്വമായി വല്ലതും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ പ്രായത്തിന്റെ ഒരു കുറവായി മാത്രം മനസ്സിലാക്കി, ഒരു സംഘടനയുടെ ഒരാദർശമായിട്ട് അതിനെ മനസ്സിലാക്കാതെ എന്റെ കുറവായി മനസ്സിലാക്കി അതിനെ നിങ്ങൾ ക്ഷമിക്കണമേ എന്നുണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി അതെ രാവും പകലും അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു പ്രവർത്തകൻ ഹസൈൻ ആർച്ച് മരണപ്പെട്ട വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായിട്ട് പരിചയമില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആ ഹസൈൻ ആർച്ചയുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മോട് സംസാരിച്ച നമുക്കൊക്കെ സുപരിതനായ നമ്മുടെ കെ ടി സിറാജ് ഉസ്താദിന്റെ പിതാവ് മരണപ്പെട്ട വാർത്തയുള്ളവനും അറിയുകയുണ്ടായി. ആ പിതാവിന് അല്ലാഹു അതെ ഖബറിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അതിലച്ച എന്ന് പറയുന്ന സന്നഡ്കയിലെ ഒരു സഹോദരന്റെ മരണം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു മുഖാണ് നമ്മുടെ അഷ്റഫ് ഷാ. നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ വിളിക്കാൻ എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? അദ്ദേഹം എന്നെ ഇവിടെ ഒരുപാട് പ്രാവശ്യം, സഹോദരങ്ങളെ, ഒരുപാട് ഖുതുബകൾക്ക് എന്നെ ക്ലാസ്സുകൾക്കൊക്കെ വിളിച്ചൊരു സഹോദരനാണ്. അദ്ദേഹം വീണു എന്നും മരിച്ചു എന്നുള്ള വാർത്തയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ടായി. അദ്ദേഹം ഞാനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഇന്ന് ഖബറിലാണ്. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിലച്ച എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. സഹോദരങ്ങളെ, വലിയ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ പരീക്ഷണം മാറാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്താ നിങ്ങളെ? ആ പ്രയാസം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മലായിക്കത്തുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്ന ആ ഒരു നിയ്യത്തോടു കൂടിയും നമ്മൾ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സഹോദരന്റെ രോഗം അല്ലാഹു ശിഫാഉൻ നാജിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അള്ളാഹു ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച മഖാദം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.